ഹലോ മക്കളെ, ടെല്ല ക്ലാസ്സസിന്റെ ആനുവൽ എക്സാം റിവിഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കാണെങ്കിൽ അറിയാം, ബോട്ടണിയിൽ ആനുവൽ എക്സാമിന് പ്രധാനമായിട്ടും വരുന്ന ഒരു യൂണിറ്റാണ് എക്കോളജി എന്ന് പറയുന്നത്. എക്കോളജിയിൽ പ്രധാനമായിട്ടും 3 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ഉണ്ട്, ഇക്കോസിസ്റ്റം ഉണ്ട്, അതേപോലെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ഉണ്ട്. അപ്പോൾ ഈ 3 ചാപ്റ്ററിൽ നിന്നായിരിക്കും 99% ക്വസ്റ്റ്യൻസും നമ്മളോട് ആനുവൽ എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് നമുക്ക് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യണം. ഇതിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പം ഇന്നത്തെ നമ്മുടെ സീരീസിലെ സെഷൻ ഏത് ചാപ്റ്ററിൻ്റെയാണ്? ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചാപ്റ്ററിലെ എല്ലാ മെയിൻ കൺസെപ്റ്റുകളും നമ്മൾ പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇക്കോളജി യൂണിറ്റിലെ 3 ചാപ്റ്ററുകൾ ഞാനായിരിക്കും നിങ്ങൾക്ക് എടുത്തു തരിക. ഞാൻ നിങ്ങളുടെ സ്വന്തം രഞ്ജിത്ത് സാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്കോളജിയിലെ പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? 1 ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ, 2 ഇക്കോസിസ്റ്റം, 3 ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഈ 3 ചാപ്റ്ററുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ റിവൈസ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതിൽ നിന്ന് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി, പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. 1 മാർക്ക് ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ നമ്മളോട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. പൊതുവേ എൻട്രൻസ് നീറ്റ് ബാച്ചിലൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഈ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് പരിചയമുണ്ട്. എന്നാൽ ഫ്രഷ് ആയിട്ട് ഒരാളൊരു അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യുക പലർക്കും അറിയത്തില്ല. അത് നമുക്ക് ഇന്ന് പഠിക്കാം. എങ്ങനെയാണ് നമ്മളൊരു അസർഷൻ റീസൺ ടൈപ്പ് അതുപോലെ സ്റ്റേറ്റ്മെന്റൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്? 1 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പോൾ നിരവധി 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ദ വെരി ഫസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ദ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ. നമ്മൾ ഈ ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ മക്കളെ, ഒട്ടും തന്നെ നമുക്ക് സമയം കളയണ്ട, നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. മക്കളെ, ചാപ്റ്ററിന്റെ പേര് ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്നാണെങ്കിലും ആ ഓർഗാനിസംസ് എന്ന് പറയുന്ന സെഷൻ നമ്മുടെ സിലബസിൽ നിന്ന് കഴിഞ്ഞ വർഷം തന്നെ എന്ത് ചെയ്തതാണ്? ഡിലീറ്റ് ചെയ്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു മാത്രമേ പഠിക്കാനുള്ളൂ? എവിടെ മുതലേ നമുക്ക് പഠിക്കാനുള്ളൂ? പോപ്പുലേഷൻസ് മുതലേ നമുക്ക് പഠിക്കാനുള്ളൂ. പോപ്പുലേഷൻ മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത്. വളരെ കുഞ്ഞി സെഷനാണ്. ഇപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ വലിപ്പം വളരെ കുറവാണ്. നേരത്തെ ഓർഗാനിസംസും കൂടെ ഉള്ള സമയത്ത് കുറച്ച് വലിയ ചാപ്റ്റർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് പോപ്പുലേഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിൽ 3 കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിരിക്കണം. 3 ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്? 1 പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്. പ്രധാനമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോപ്പുലേഷൻ ചാപ്റ്റർ, ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിലാണ്. അപ്പോൾ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് നമുക്ക് പഠിക്കണം. 2 ഗ്രോത്ത് മോഡൽസ് പഠിക്കണം. 2 തരം ഗ്രോത്ത് മോഡൽ, ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലും അതേപോലെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡലും. 3 പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻസിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ ഈ 3 ടോപ്പിക്കുകൾ മാത്രമാണുള്ളത്. 1 പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്, 2 ഗ്രോത്ത് മോഡൽസ്, 3 പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻ. നമുക്ക് സമയം കളയണ്ട. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ 3 ടോപ്പിക്കുകളും പഠിക്കാം. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സും ഗ്രോത്ത് മോഡൽസും പോപ്പുലേഷൻ ഇൻട്രാക്ഷനും നമുക്ക് പഠിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തത് ദാറ്റ് ഈസ് ദ പോപ്പുലേഷൻ. എന്താണ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു ഡെഫിനിഷൻ? എന്താണ് വാട്ട് ഈസ് എ പോപ്പുലേഷൻ? നമ്മളൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നു, എന്താണ് പോപ്പുലേഷൻ? മക്കളെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: A population is a group of individuals of same species that live in a given geographical area. എന്താ? ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന ഒരേ സ്പീഷീസിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ. ഫോർ എക്സാമ്പിൾ, ഇന്ത്യയിലെ മനുഷ്യന്റെ പോപ്പുലേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ത്യ എന്ന് പറയുന്ന ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന ഒരേ സ്പീഷീസ്, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന സ്പീഷീസിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് നമ്മൾ. ദിസ് ഈസ് എ പോപ്പുലേഷൻ ആൻഡ് ദേ ഷെയർ ഓർ കോമ്പീറ്റ് ഫോർ സിമിലർ റിസോഴ്സസ്. ഈ ജീവികളുടെ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിലെ ജീവികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരേ ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ അവർ ഒരേ റിസോഴ്സുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നതോ ഷെയർ ചെയ്യുന്നതോ അല്ലേ? ഇന്ത്യയിലുള്ള ഭക്ഷണം, ഇന്ത്യയിലുള്ള വാസസ്ഥലം, ഇന്ത്യയിലുള്ള മേറ്റ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പരസ്പരം എന്ത് ചെയ്യുന്നത്? കോമ്പീറ്റ് ചെയ്യുന്നതോ ഷെയർ ചെയ്യുന്നതോ. ദെൻ ആൻഡ്
പൊട്ടൻഷ്യലി റീപ്രൊഡ്യൂസ്. ഇവർക്ക് ഇന്റർബ്രീഡ് ചെയ്ത് പരസ്പരം ഇണ ചേർന്ന് എന്ത് നിർമ്മിക്കാൻ പറ്റും? പുതിയ തലമുറകളെ നിർമ്മിക്കാൻ പറ്റും. പൊട്ടൻഷ്യലി റീപ്രൊഡ്യൂസ്. ഓക്കെ മക്കളെ, അപ്പൊ എന്താണ് ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു പോപ്പുലേഷന്റെ ഡെഫിനിഷൻ? എന്താണ്? എ പോപ്പുലേഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഇൻഡിവിജ്വൽസ് ആണ് ഓഫ് സെയിം സ്പീഷീസ്. ഒരേ സ്പീഷീസിലായിരിക്കണം. ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്, സെയിം സ്പീഷീസിലായിരിക്കണം. ദാറ്റ് ലിവ് ഇൻ എ ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ. ഒരു പ്രത്യേക ജോഗ്രഫിക്കൽ ഏരിയയിലായിരിക്കണം അവർ താമസിക്കുന്നത്. അവർ എന്തൊക്കെ പരസ്പരം ഷെയർ ചെയ്യുകയും കോമ്പീറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്? ദേ ഷെയർ ഓർ കോമ്പീറ്റ് ഫോർ സിമിലർ റിസോഴ്സസ് ആൻഡ് പൊട്ടൻഷ്യലി റീപ്രൊഡ്യൂസ്. ദിസ് ഈസ് കോൾഡ് എ പോപ്പുലേഷൻ. ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോട്ടസ് പ്ലാന്റ്സ് ഇൻ എ പോണ്ട്. ഒരു പോണ്ടിൽ നിൽക്കുന്ന ലോട്ടസ് പ്ലാന്റുകൾ എല്ലാം ഒരു പോപ്പുലേഷനാണ്. ബാക്ടീരിയ ഇൻ എ കൾച്ചർ പ്ലേറ്റ്. ഒരു കൾച്ചർ പ്ലേറ്റിൽ ഇരിക്കുന്ന ബാക്ടീരിയ ഒരു ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ എന്നില്ലെങ്കിലും ആ ഒരു ഏരിയക്കകത്ത്, ആ ഒരു ഓളിയത്തിനകത്ത് താമസിക്കുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനാണ്. ഒരു മരത്തിൽ താമസിക്കുന്ന പക്ഷികൾ ഒരു പോപ്പുലേഷനാണ്. ഒരു ഏരിയയിൽ കാണപ്പെടുന്ന മാമലുകൾ ഒരു പോപ്പുലേഷനാണ്. ഒരു കോണ്ടിനെന്റിൽ താമസിക്കുന്ന മനുഷ്യർ ഒരു പോപ്പുലേഷനാണ്. ആ ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ എത്ര വലുത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഒരേ സ്പീഷീസിൽപ്പെട്ട ഒരേ ജോഗ്രഫിക്കൽ ഏരിയയിൽ താമസിക്കുന്ന ജീവികളാണ് ഒരു പോപ്പുലേഷൻ. ഇനി അവർ പരസ്പരം എന്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്? സിമിലർ റിസോഴ്സസും അതുപോലെ തന്നെ അവർക്ക് പൊട്ടൻഷ്യലി റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, പരസ്പരം ഇണ ചേർന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ടാകും. ദിസ് ഈസ് കോൾഡ് എ പോപ്പുലേഷൻ. ഇനി എന്താണ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്? പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ 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 ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയുന്നു. എനിക്കൊരു ബർത്ത് ഉണ്ടായിരുന്നു, അല്ലേ? ഞാൻ ജനിച്ചായിരുന്നു. ഇനി ഒരു നാൾ ഞാൻ മരിക്കും. അതായത് എനിക്കൊരു ഡെത്ത് ഉണ്ട്, എനിക്കൊരു സെക്സ് ഉണ്ട്, അല്ലേ? ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് പറയുന്ന ഒരു സെക്സ് ഉണ്ട്. എന്നാൽ ഒരു പോപ്പുലേഷൻ്റെ കേസിൽ ഒരു പോപ്പുലേഷൻ എന്നാ ജനിച്ചത്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ത്യയിലെ പോപ്പുലേഷൻ മൊത്തം പെട്ടെന്നൊരു ദിവസം ജനിച്ചതാണോ? അല്ല. ഇവർ പല സമയത്ത് പല ഏരിയകളിലാണ് ജനിച്ചത് ആളുകൾ, അല്ലേ? ഇനി ഇന്ത്യയിലെ പോപ്പുലേഷൻ എന്നാ മരിക്കുന്നത്? ഇന്ത്യയിലെ പോപ്പുലേഷൻ മൊത്തം ഒരുമിച്ച് അങ്ങ് മരിക്കുമോ? ഇല്ല. കുറച്ചാളുകൾ മരിക്കും, കുറച്ചാളുകൾ അപ്പോഴും ജീവിച്ചിരിക്കും, കുറച്ചാളുകൾ കുറച്ച് ഏരിയയിൽ ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ബർത്ത്, ഡെത്ത്, സെക്സ് മുതലായ കാര്യങ്ങളെല്ലാം ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിലേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ പോപ്പുലേഷൻ്റെ കേസിൽ ഇതിന് കുറച്ച് പുതിയ ടേമുകൾ വേണം. പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട അളവുകൾ പറയാൻ വേണ്ടി നമുക്ക് ചില പ്രത്യേക ടേമുകൾ വേണം. ആ ടേമുകളെ എല്ലാം കൂടെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടേമുകൾ പോരാ ഒരു പോപ്പുലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. പകരം അതിന് ചില പുതിയ ടേമുകൾ വേണം. ആ ടേമുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്. ദീസ് ആർ ദ ന്യൂ ടേംസ് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷനെ ബേസ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന, ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ദ ന്യൂ ടേംസ് ആർ കോൾഡ് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ്? ദാ നോക്കൂ മക്കളെ. 1 ബർത്ത് റേറ്റ്, 2 ഡെത്ത് റേറ്റ്, 3 സെക്സ് റേഷ്യോ, 4 ഏജ് പിരമിഡ്, 5 പോപ്പുലേഷൻ ഡെൻസിറ്റി. എക്സാമിന് ചോദിക്കും വിച്ച് ആർ ദ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ പുതിയതായിട്ട് വരുന്ന ടേമുകൾ ഏതൊക്കെയാണ്? പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണ് മക്കളെ? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് പിരമിഡ്, പോപ്പുലേഷൻ ഡെൻസിറ്റി. ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് ഈ വാക്ക് കാണില്ല, പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന വാക്ക് കാണില്ല. പകരം അവർ ചോദിക്കും വിച്ച് ആർ ദ ന്യൂ ടേംസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയ ടേമുകൾ ഏതൊക്കെയാണെന്നായിരിക്കും ചോദിക്കുന്നത്. ആ ടേമുകളെ എല്ലാം കൂടെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേരാ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഏതൊക്കെയാ അത്? എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് പിരമിഡ്, പോപ്പുലേഷൻ ഡെൻസിറ്റി. ദീസ് ആർ ദ 5 പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ഓർ ദീസ് ആർ ദ 5 ന്യൂ ടേംസ് ദാറ്റ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ പോപ്പുലേഷൻ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കണം. എന്താണ് ബർത്ത് റേറ്റ്, എന്താണ് ഡെത്ത് റേറ്റ്, എന്താണ് സെക്സ് റേഷ്യോ, എന്താണ് ഏജ് പിരമിഡ്, എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി, നമുക്ക് നോക്കണം. ആദ്യമായിട്ട് എന്താണ് ബർത്ത് റേറ്റ്? എന്താണ് ബർത്ത് റേറ്റ് മക്കളെ? ഏറ്റവും ചുരുങ്ങിയ പോയിന്റിൽ നിങ്ങൾ പഠിച്ചാൽ മതി. നമ്മൾ ഒരിക്കലും വിശദമായിട്ടൊരു എസ്സേ എഴുതാനല്ല നമ്മളോട് ചോദിക്കുന്നത്. വാട്ട് ഈസ് ബർത്ത് റേറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്ര എഴുതിയാൽ മതി. ബർത്ത് റേറ്റ് റെഫേഴ്സ് ടു പെർ ക്യാപിറ്റ ബർത്ത്. ബർത്ത് റേറ്റ് റെഫേഴ്സ് ടു പെർ ക്യാപിറ്റ ബർത്ത്. ഒരാൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന, ഒരു ലിമിറ്റഡ് ടൈമിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ എത്ര എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ബർത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡെത്ത് റേറ്റ്? ദാറ്റ് ഈസ് ദ റെഫർ ടു ദ പെർ ക്യാപിറ്റ ഡെത്ത്.
പെർ ക്യാപിറ്റ ഡെത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പെർ ക്യാപിറ്റ ബർത്ത് ഈസ് റെഫേഴ്സ് ടു ആസ് ബർത്ത് റേറ്റ് ആൻഡ് പെർ ക്യാപിറ്റ ഡെത്ത് ഈസ് റെഫേഴ്സ് ടു ആസ് ഡെത്ത് റേറ്റ്. ആൻഡ് വാട്ട് ഈസ് സെക്സ് റേഷ്യോ? ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന് പറയുന്നതിനെയാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ നോക്കാം. ഇപ്പൊ ഇന്ത്യയിലെ സെക്സ് റേഷ്യോ അല്ലെങ്കിൽ കേരളത്തിലെ സെക്സ് റേഷ്യോ 1098 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിലെ സെക്സ് റേഷ്യോ 1098 എന്ന് പറഞ്ഞാൽ 1000 പുരുഷന്മാർക്ക് ഇവിടെ 1098 സ്ത്രീകളുണ്ട്. കണ്ടോ, ഈ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ആരെയാണ്? ഫീമെയിൽസിനെയാണ്. പൊതുവേ നമ്മൾ എഴുതുന്ന സമയത്ത് 1000:1098 ഇങ്ങനെ വേണം എഴുതാൻ. പക്ഷേ നമ്മളിപ്പോൾ വെറുതെ 1090, കേരളത്തിലെ സെക്സ് റേഷ്യോ എത്ര? 1050 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ 1040 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1000 പുരുഷന്മാർക്ക് 1040 സ്ത്രീകൾ അല്ലെങ്കിൽ 1050 സ്ത്രീകൾ. ഇപ്പം നമ്മൾ പറയുകയാണ് യു പിയിലെ സെക്സ് റേഷ്യോ 990 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1000 പുരുഷന്മാർക്ക് 990 സ്ത്രീകൾ. സെക്സ് റേഷ്യോ കൂടി കുറയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫീമെയിൽ ഇൻഡിവിജ്വലിന്റെ എണ്ണമാണ് അവിടെ നോക്കുന്നത്. നോക്ക്, ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പൊ മൂന്ന് പോപ്പുലേഷൻ ആട്രിബ്യൂട്ടുകൾ. ഒന്ന്, ബർത്ത് റേറ്റ്. എന്താണ്? റെഫേഴ്സ് ടു ദ പെർ ക്യാപിറ്റ ബർത്ത്. ഒരു പോപ്പുലേഷന്റെ പെർ ക്യാപിറ്റ ബർത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ബർത്ത് റേറ്റ്. What do you mean by death rate? It refers to the per capita death of a population. ഒരു പോപ്പുലേഷന്റെ per capita ഡെത്തിനെ വിളിക്കുന്ന പേരാണ് ഡെത്ത് റേറ്റ്. And what is sex ratio? It is the number of female individuals per 1000 males. 1000 മെയിൽസിന് എത്ര ഫീമെയിൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്സ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. സെക്സ് റേഷ്യോ. ആൻഡ് നെക്സ്റ്റ് ഈസ് ഏജ് പിരമിഡ്. ഏജ് പിരമിഡ് മക്കളെ, പ്രീവിയസ് ഇയറിൽ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള മേഖലയാണ് ഏജ് പിരമിഡ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്താണ് ഏജ് പിരമിഡ്? വാട്ട് യു മീൻ ബൈ ഏജ് പിരമിഡ്? ഏജ് പിരമിഡ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏജ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഏജ് പിരമിഡ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ടു ഡെപ്പിക്റ്റ്, എന്ത് കാണിക്കാൻ വേണ്ടി? ദ ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ വിത്ത് റെസ്പെക്ട് ടു ഏജ്. ഏജ് ബേസ് ചെയ്ത് ആളുകളുടെ, ഒരു പോപ്പുലേഷനിൽ താമസിക്കുന്ന ആളുകളുടെ ഏജ് ബേസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷൻ ഏത് ടൈപ്പാണ് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഏജ് പിരമിഡ്. മക്കളെ, എല്ലാവരും സാറിൻ്റെ കൂടെ ഒന്ന് വായിച്ചേ. ഏജ് പിരമിഡ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. Age pyramid is a graphical representation to depict the type of population. Population ഏത് ടൈപ്പാണ് വിത്ത് റെസ്പെക്ട് ടു ഏജ്. ആളുകളുടെ ഏജ് ബേസ് ചെയ്ത്, ആളുകളുടെ ഏജ് ഗ്രൂപ്പ് ബേസ് ചെയ്ത് ഒരു പോപ്പുലേഷൻ ഏത് ടൈപ്പാണെന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ഏജ് പിരമിഡ്. നോക്ക്, ഇത് ബേസ് ചെയ്ത് there are 3 categories of age group. 3 തരം ഏജ് ഗ്രൂപ്പുകളുണ്ട്. അത് എന്ത് ബേസ് ചെയ്താണെന്ന് ചോദിച്ചാൽ അവരുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ബേസ് ചെയ്താണ്. എന്ത് ബേസ് ചെയ്താണ്? അവരുടെ റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ബേസ് ചെയ്താണ്. റീപ്രൊഡക്റ്റീവ് പൊട്ടൻഷ്യൽ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പോപ്പുലേഷനിലുള്ള ആളുകളെ 3 ഏജ് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാം. ഏതൊക്കെയാ? പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഏജ്. എന്താ ഈ പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അവർക്ക് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി ആയിട്ടില്ല. ഒരു 10 വയസ്സിനൊക്കെ മുൻപുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഒരു 12 വയസ്സിനൊക്കെ മുൻപുള്ള കുഞ്ഞുങ്ങൾ, അവർക്ക് എന്തില്ല? അവർ സെക്ഷൽ മെച്യൂരിറ്റി ഒന്നും നേടിയിട്ടില്ല. അപ്പോൾ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അവർക്കില്ല. അപ്പോൾ ഒരു രാജ്യത്ത് ഞാൻ പോയി പഠിക്കുന്ന സമയത്ത് അവിടെ ഏകദേശം ഒരു 10 ലക്ഷം, കുഞ്ഞു രാജ്യമാണ്, ഒരു 10 ലക്ഷം ആരുണ്ട്? അല്ലേ, 10 ലക്ഷത്തോളം ഏത് കുഞ്ഞുങ്ങൾ? 10 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ അത് പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ് ആണ്. പ്രീ റീപ്രൊഡക്റ്റീവ് ഏജ്. ഇനി റീപ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറഞ്ഞാൽ 12 വയസ്സിന് മുകളിലുള്ള ആളുകൾ എന്താണ്? അവർക്ക് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ട്, സെക്ഷുവൽ മെച്യൂരിറ്റി നേടി വരുന്നു, അല്ലെങ്കിൽ 20 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് സെക്ഷുവൽ മെച്യൂരിറ്റി നേടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവരുടെ എണ്ണം എടുക്കുകയാണ്, ആ രാജ്യത്ത് അവരുടെ എണ്ണം എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം അവരൊരു 2 ലക്ഷം ഉണ്ടെന്നിരിക്കട്ടെ. 2 ലക്ഷമുണ്ട്. അപ്പോൾ ഇവർ 10 ലക്ഷമുണ്ട്, കുഞ്ഞുങ്ങൾ 10 ലക്ഷമുണ്ട്, 10 ലക്ഷമുണ്ട്. മറ്റേ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് 2 ലക്ഷമുണ്ട്. ഇനി പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ എന്താ? റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി പോയ ആളുകൾ എന്ന് പറയുമ്പോൾ വാർദ്ധക്യം ബാധിച്ച ആളുകൾ.
ഒരുപാട് വാർദ്ധക്യം ബാധിച്ച ആളുകൾ. അപ്പോൾ അവരുടെ എണ്ണം ഞാൻ എടുത്തു നോക്കിയ സമയത്ത് അവരൊരു 5 ലക്ഷമുണ്ട്. ഓക്കെ, അവരൊരു 5 ലക്ഷമുണ്ട്. അപ്പം ഇങ്ങനെയാണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ. ഇപ്പം നോക്കൂ, റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി നേടിയിട്ടില്ലാത്ത ആളുകൾ 10 ലക്ഷമുണ്ട്, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ആളുകൾ 2 ലക്ഷമുണ്ട്, അതേപോലെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് 5 ലക്ഷമുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ നിങ്ങൾ പറഞ്ഞേ, അടുത്ത ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതേ സ്ഥലത്ത് ഒന്നുകൂടെ വിസിറ്റ് ഇരിക്കുകയാണെങ്കിൽ അവിടുത്തെ പോപ്പുലേഷൻ വളരാനാണോ അതോ കുറയാനാണോ സാധ്യത? നിങ്ങൾ ഉറപ്പായിട്ടും പറയും, സാർ അവിടുത്തെ പോപ്പുലേഷൻ വളരും. എന്താ കാരണം? സാറിപ്പോൾ പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് കുഞ്ഞുങ്ങൾ, 10 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, അവർ 10 ലക്ഷം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. നിലവിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളവർ 2 ലക്ഷമേ ഉള്ളൂ. അപ്പോൾ നാളെ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് സാർ അവിടെ ചെല്ലുമ്പോൾ ഇവരെല്ലാം റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും. കാരണം എന്താ? അവർക്ക് ഇപ്പം നിലവിൽ 10 വയസ്സുണ്ട്. അപ്പോൾ അവർ ഇനിയും 10 വർഷം കൂടെ കഴിയുമ്പോൾ 20-25 വയസ്സൊക്കെ ആവും അവർക്ക്. അപ്പോൾ ഇവരെല്ലാം റീപ്രൊഡക്റ്റീവ് ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പോപ്പുലേഷൻ കൂടാനാണ് സാധ്യത. നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലേ? നേരെ മറിച്ച് ഇതേ നമ്പർ തന്നെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. നോക്കിക്കോണം, ഞാൻ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിൽ, അതിപ്പോൾ മനുഷ്യൻ തന്നെ ആവണമെന്നൊന്നുമില്ല, വേറെ ഏതെങ്കിലും ഒരു ജീവി, ഇപ്പം ഞാൻ മലബാർ ഹോൺബിൽ, ഞാൻ സൈലന്റ് വാലിയിലേക്ക് പോയി മലബാർ ഹോൺബില്ലിൻ്റെ എണ്ണം എടുക്കുകയാണ്. എണ്ണം എടുക്കുന്ന സമയത്ത് അവിടെയും റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മലബാർ ഹോൺബില്ലുകൾ കാണും, റീപ്രൊഡക്റ്റീവ് കാണും, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ആണ്. അവരുടെ ഏജ് 10 ഒന്നും ആയിരിക്കത്തില്ല, അതിൽ താഴെ ആയിരിക്കും. അപ്പം ഞാനവിടെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് നോക്കുന്ന സമയത്ത് ഒരു 500 മലബാർ ഹോൺബില്ല് റീപ്രൊഡക്റ്റീവ് ആയിട്ടുണ്ട്. ഒരു 2000 മലബാർ ഹോൺബില്ല് എന്തായിട്ടുണ്ട്? റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആയിട്ടുണ്ട്. അതുപോലെ പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളവരുടെ എണ്ണം 100 ആണ്. ഇങ്ങനെ ഞാനൊന്ന് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ തന്നെ പറയൂ. അടുത്ത 10 വർഷത്തിൽ മലബാർ ഹോൺബില്ലുകളുടെ എണ്ണം സൈലന്റ് വാലിയിൽ കൂടുമോ കുറയുമോ? നിങ്ങൾ പറയും ഉറപ്പായിട്ടും കുറയും സാർ. കാരണം റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഇപ്പം നിലവിൽ 2000 ഉണ്ട്. ആ 2000 പേര് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുക. നേരെ മറിച്ച് ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ 500 പേരല്ലേടാ റീപ്രൊഡക്റ്റീവ് ആയിട്ട് മാറുള്ളൂ. ഇപ്പം 2000 പേര് റീപ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ അത്രയും 500 പേർക്ക് പറ്റുമോ? പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും അവിടുത്തെ മലബാർ ഹോൺബില്ലുകളുടെ എണ്ണം കുറയുകയാണെന്ന് പറയാം. അപ്പോൾ ഏജ് ഗ്രൂപ്പ് ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പോപ്പുലേഷൻ ഏത് ടൈപ്പ് ആണെന്ന് പറയാൻ പറ്റും. എക്സ്പാൻഡിങ് ആണോ, നാളെ വലുതാവാൻ സാധ്യതയുള്ളതാണോ, അതോ സ്റ്റേബിൾ ആയിട്ട് പോകുന്നതാണോ, അതോ ഇനി ഡിക്ലൈനിങ് ആണോ, കുറഞ്ഞു പോകുന്നതാണോ എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റൂലേ. അപ്പൊ ഇതാണ് ഏജ് പിരമിഡ്, ദ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇപ്പൊ ഞാൻ ഈ നമ്പർ എഴുതിയിട്ടാ പറഞ്ഞത്. ഇനി ഇതിനെ ഒരു ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്താലോ? ഈ രീതിയിൽ ഒരു ഗ്രാഫായിട്ട് റെപ്രസെന്റ് ചെയ്താലോ? ഈ ഗ്രാഫിലേക്ക് ശ്രദ്ധിച്ചു നോക്കണം. ഇവിടെ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ എണ്ണമാണ് യെല്ലോ കളറിലുള്ള താഴത്തെ പിരമിഡിന്റെ ഏറ്റവും താഴത്തെ ബ്രിക്ക്, ഈ ഏറ്റവും താഴത്തെ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആണ് യെല്ലോ കളറിലുള്ളത്. ഇനി ബ്ലൂ കളറിലുള്ളത് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണമാണ്. ഇനി മുകളിലുള്ള പോസ്റ്റ് റീപ്രൊഡക്റ്റീവിന്റെ എണ്ണമാണ് ഈ പിങ്ക് കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഒന്നാമത്തെ ടൈപ്പ് പോപ്പുലേഷനിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന്റെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഒരു അസ്യൂം ചെയ്ത് വെറുതെ ഒരു നമ്പർ ഇവിടെ കൊടുക്കാം. സാർ ഇവിടെ എഴുതുകയാണ്, ഇവരൊരു 5000 ഉണ്ടെന്നിരിക്കട്ടെ, ഏതോ ഒരു ജീവിയാണ്, ഇവരൊരു 5000 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വലുകൾ എത്ര ഉണ്ട്? എന്തായാലും അതിനെക്കാട്ടി കുറവാണല്ലോ മക്കളെ, അതിനെക്കാട്ടി കുറവാണ്. ഞാൻ ഇപ്പോൾ സാർ ഇവിടെ എഴുതുകയാണ്, ഇവിടെ ഒരു 1000 പേരുണ്ട്. 1000 പേരുണ്ട് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽ ആയിട്ട് 1000 പേരുണ്ട്. ഇനി പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ളവരുടെ എണ്ണം അതിലും കുറവാണ്. അപ്പോൾ നോക്കിയേ, ഇവിടെ സാർ എഴുതുകയാണ് ഒരു 500 പേരുണ്ട്. 500 പേരുണ്ട് എങ്കിൽ നിങ്ങൾ തന്നെ പറയുക, ഈ പോപ്പുലേഷൻ നാളെ വലുതാകുമോ ചെറുതാകുമോ? ഇത് വലുതാകും. കാരണം എന്താ? ഈ 5000 പേര് നാളെ റീപ്രൊഡക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ ഈ പോപ്പുലേഷൻ വലുതാകും. ഇപ്പൊ നിലവിൽ 1000 പേരുടെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അവിടെ ഉള്ളൂ, നാളെ 5000 പേരുടെ ആവും. അപ്പൊ സ്വാഭാവികമായിട്ട് പോപ്പുലേഷൻ വളരാനാണ് സാധ്യത. അപ്പൊ ഇത് എന്ത് ഷേപ്പിലുള്ള പിരമിഡായി? ട്രയാങ്കുലർ ഷേപ്പിലുള്ള പിരമിഡ് അല്ലേ? അപ്പൊ ഈ ട്രയാങ്കുലർ ഷേപ്പിലുള്ളത് എങ്ങനെ നോക്ക്, ഇതൊരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള പിരമിഡ് അല്ലേടാ. ഇപ്പൊ ട്രയാങ്കുലർ ഷേപ്പിലുള്ള പിരമിഡ് ആണെങ്കിൽ അത് എക്സ്പാൻഡിങ് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. നമുക്ക് ട്രയാങ്കുലർ ഷേപ്പിലുള്ള പിരമിഡ് ആണെങ്കിൽ അത് എക്സ്പാൻഡിങ് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നോക്ക്, രണ്ടാമത്തത് സ്റ്റേബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ നോക്കടാ, റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണം യെല്ലോ, റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണം ബ്ലൂ. രണ്ടും ഏകദേശം തുല്യമാണ്. റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണവും റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണവും തുല്യമാണ്. അങ്ങനെയെങ്കിൽ പോസ്റ്റ് റീപ്രൊഡക്റ്റിനെ നമ്മൾ പരിഗണിക്കുന്നതേ ഇല്ല.
എന്താ കാരണം? അവർക്ക് റീപ്രൊഡക്ഷനിൽ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഓൾറെഡി റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കഴിഞ്ഞു, ഇനി തിരിച്ച് കിട്ടത്തില്ല അവർക്ക്. എന്നാൽ ഇവരെങ്ങനെയല്ല, പ്രീ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് നാളെ റീപ്രൊഡക്റ്റീവ് ആയിട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ 500 പേരുണ്ടെങ്കിൽ റീപ്രൊഡക്റ്റീവ് 500, പ്രീ റീപ്രൊഡക്റ്റീവ് 500. അപ്പോൾ എന്ത് ചെയ്യും? ഈ 500 പേരാണ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇവർ 500 പേര് നാളെ എന്ത് ചെയ്യും? പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോപ്പുലേഷൻ്റെ എണ്ണത്തിൽ വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. എത്രയാണോ ഇവർ റീപ്രൊഡക്റ്റീവ് ആയിട്ട് ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന എണ്ണം അത് തന്നെ ആയിരിക്കും ഇവർ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത് എന്ത് പോപ്പുലേഷനാണ്? സ്റ്റേബിൾ പോപ്പുലേഷനാണ്. അപ്പോൾ പിരമിഡിൻ്റെ ഷേപ്പ് നോക്കിയേടാ, പിരമിഡിൻ്റെ ഷേപ്പ് ഏകദേശം ഒരു ബെൽ ഷേപ്പ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ബെൽ ഷേപ്പിലുള്ള പിരമിഡ് ആണെങ്കിൽ അത് സ്റ്റേബിൾ പിരമിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ ട്രയാങ്കുലർ ഷേപ്പ്ഡ് പിരമിഡ് എക്സ്പാൻഡിങ് പിരമിഡ്, ബെൽ ഷേപ്പ്ഡ് പിരമിഡ് ആണെങ്കിൽ അത് സ്റ്റേബിൾ പിരമിഡ്, സ്റ്റേബിൾ പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇനി ഇവിടുത്തെ നോക്കിയാടാ, ഇവിടെ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് കൂടുതലാണ്. അപ്പോൾ സാർ ഇവിടെ എഴുതുക ഒരു 500 ആണ്. എന്നാൽ പ്രീ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം 100 ആണ്. കണ്ടോ, കുറവാണ്. അപ്പം നാളെ ഈ പോപ്പുലേഷൻ വളരാനാണോ കുറയാനാണോ സാധ്യത? കുറയാനാ സാധ്യത. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് വിളിക്കും? ഡിക്ലൈനിങ് പോപ്പുലേഷൻ എന്ന് വിളിക്കും. ദിസ് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഈസ് നോൺ ആസ് ഡിക്ലൈനിങ് പോപ്പുലേഷൻ. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഡിക്ലൈനിങ് പോപ്പുലേഷൻ? ഹിയർ ദ നമ്പർ ഓഫ് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണത്തേക്കാൾ കുറവാണ് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണം. അപ്പൊ ആദ്യം മുതൽ അപ്പൊ ഇതിന്റെ ഷേപ്പ് എങ്ങനെ വരൂടാ? നോക്ക് ദാ ഈ പിരമിഡിന്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെ വരും. ഇതിനെ നമ്മൾ വിളിക്കും ആൺ ഷേപ്പ്ഡ്. അപ്പൊ ഈ പിരമിഡ് ആൺ ഷേപ്പ്ഡ് ആണ്. എന്നാൽ ഈ പിരമിഡ് ആണെങ്കിൽ ബെൽ ഷേപ്പ്ഡ് ആണ്. ഈ പിരമിഡ് ആണെങ്കിൽ ട്രയാങ്കുലർ ഷേപ്പ്ഡ് ആണ്. അപ്പോൾ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ്റെ പിരമിഡ് ട്രയാങ്കുലർ ഷേപ്പ്, സ്റ്റേബിൾ പോപ്പുലേഷൻ്റെ പിരമിഡ് ബെൽ ഷേപ്പ്, ഡിക്ലൈനിങ് പോപ്പുലേഷൻ്റെ പിരമിഡ് ഏൺ ഷേപ്പ് ആണ്. ഓക്കെ മക്കളെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയൂ, എന്താണ് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ പിരമിഡിൻ്റെ പ്രത്യേകത? അപ്പോൾ ഇവിടെ ദ നമ്പർ ഓഫ് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആർ മച്ച് മോർ ദാൻ ദാറ്റ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്. റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണത്തേക്കാൾ കൂടുതലാണ് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം. അങ്ങനെയെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് പിരമിഡ്സ് റെപ്രസെന്റ് എക്സ്പാൻഡിങ് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ. എന്നാൽ ദ സെക്കൻഡ് വൺ ഈസ് സ്റ്റേബിൾ പോപ്പുലേഷൻ. What do you mean by stable population? Here, the number of pre-reproductive individuals and the number of reproductive individuals are same. This type of population represent, അല്ലെങ്കിൽ this type of graph represent, this is a stable population growth. ഇവിടുത്തെ population growth stable ആണ്. എന്നാൽ the third one is, here the number of the pre-reproductive individuals are much less than that of reproductive individuals. Reproductive individualsന്റെ എണ്ണത്തേക്കാൾ കുറവാണ് pre-reproductive individualsന്റെ എണ്ണം എങ്കിൽ this pyramid represent the declining population growth. അപ്പോൾ ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലേ? ആണ്. എന്തിനെ ബേസ് ചെയ്ത? ഏജിനെ ബേസ് ചെയ്തല്ലേ? ആണ്. ഇത് ഏജിനെ ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ മനസ്സിലാവും? ഒരു പോപ്പുലേഷൻ ഏത് ടൈപ്പാന്ന് മനസ്സിലാവും. ദാറ്റ് മേ ബി എക്സ്പാൻഡിങ്, ദാറ്റ് മേ ബി സ്റ്റേബിൾ, ദാറ്റ് മേ ബി ഡിക്ലൈനിങ്. നമ്മൾ ആരുടെ എണ്ണം വെച്ചിട്ടാ പറയുന്നേ? ഏജ് ഗ്രൂപ്പുകളുടെ എണ്ണം. പ്രീ റീപ്രൊഡക്റ്റീവ് എത്ര, റീപ്രൊഡക്റ്റീവ് എത്ര, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് എത്ര എന്ന് നോക്കിയാൽ വെച്ച് നമുക്ക് ഈ പറയുന്ന പോപ്പുലേഷൻ ഇതിൽ ഏത് ടൈപ്പാന്ന് പറഞ്ഞൂടെ മക്കളെ? പറയാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് ദ ഏജ് പിരമിഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഏജ് പിരമിഡ് എന്ന് വിളിക്കുക. ഇനി നോക്ക്. അപ്പോൾ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിൽ 4 ഏതൊക്കെയാ? ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഏജ് പിരമിഡ്. ഇനി അവസാനത്തത് ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയടാ. Observe the figure given below and what are the age pyramid? Age pyramid എന്താണ്? It is the graphical representation that depicts the type of population on the basis of അല്ലെങ്കിൽ with respect to age. എഴുതാൻ പറ്റും. And identify the type of age pyramid labeled as A and B. A ഏതാണ്, B ഏതാണ്? ഈസി ആയിട്ട് പറയാൻ പറ്റും. എയിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണം റീപ്രൊഡക്റ്റീവിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഇത് എക്സ്പാൻഡിങ്. ദിസ് ഇസ് ഡിക്ലൈനിങ്. കാരണം എന്താ? റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിനേക്കാൾ കുറവാണ് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം. അപ്പോൾ ഇത് ഡിക്ലൈനിങ്. രണ്ടും എഴുതാൻ പറ്റും. ഇനി നോക്കിയടാ, അടുത്തത് പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഒന്നാമതായിട്ട് നമുക്കിതാ ഈ പോപ്പുലേഷൻ സൈസ് തന്നെ നോക്കാം. പോപ്പുലേഷൻ സൈസ് നോക്കിക്കോ. പോപ്പുലേഷൻ സൈസ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഒരു പോപ്പുലേഷൻ്റെ സൈസ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും?
അത് ഏത് പോപ്പുലേഷൻ നിങ്ങൾ പഠിക്കുന്നു എന്നതനുസരിച്ച് ഇതിൻ്റെ നമ്പർ കണക്കാക്കുന്ന രീതിക്ക് വ്യത്യാസം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് കൗണ്ടിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങളൊരു ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. ഫോറസ്റ്റിലെ ഒരു പ്രത്യേക ഇനം മരങ്ങളുടെ എണ്ണം എടുക്കണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് പറ്റും. എന്താ കാരണം? നിങ്ങൾ ആ ഫോറസ്റ്റിലേക്ക് കയറുന്നു, ഓരോരോ മരങ്ങളിൽ പോകുന്നു, നിങ്ങളൊരു നമ്പർ എഴുതിയാൽ മതി. നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടാകും ഫോറസ്റ്റിനകത്തൊക്കെ നിങ്ങൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് മരത്തിൻ്റെയൊക്കെ മുകളിൽ ഒരു പ്രത്യേക കളറൊക്കെ അടിച്ചിട്ട് അതിനകത്ത് നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തിനാ? ആ മരം മൊത്തത്തിൽ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സർവേ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സർവേയിലൂടെ നിങ്ങൾക്കൊരു ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ കൗണ്ട് ചെയ്യാൻ പറ്റും, അതായത് എണ്ണിയെടുക്കാൻ പറ്റും. എന്നാൽ ചില കേസിൽ നടക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊന്ന് നോക്കി, സാർ പറയുന്നത് ശ്രദ്ധിക്കണം. നോക്കടാ, ഒരു ട്രീ നിൽക്കുന്നു, വലിയൊരു ട്രീ നിൽക്കുകയാണ്, ഒരു വലിയ ട്രീ നിൽക്കുന്നു. ഈ ട്രീയുടെ താഴെയായിട്ട് കുഞ്ഞു പുല്ലുകൾ കണ്ടോ, ചെറിയ പുല്ലുകൾ വളർന്നു നിൽക്കുന്നു. നിങ്ങൾ ഈ പുല്ലുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം എത്ര കിട്ടും? നോക്ക്, ഇതെല്ലാം പുല്ലാണ്. ഇപ്പം ഇത് മൊത്തത്തിലൊരു 5000 പുല്ലുണ്ടെന്നിരിക്കട്ടെ. എത്ര ഉണ്ട്? 5000 ഗ്രാസ് ഉണ്ട്. നിങ്ങൾ എണ്ണിയപ്പോൾ 5000 ഗ്രാസ് ഉണ്ട്. എന്നാൽ ട്രീ എത്ര എണ്ണേ ഉള്ളൂ? ഒരു ട്രീയേ ഉള്ളൂ. അപ്പോൾ ഈ കേസിൽ പോപ്പുലേഷൻ്റെ സൈസ് കണക്കാക്കാൻ നിങ്ങൾ എണ്ണം എടുത്തിട്ട് കാര്യമുണ്ടോ? കാര്യം 5000 പുല്ല് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലം ആര് കവർ ചെയ്യുന്നുണ്ട്? ട്രീക്കുണ്ട്, അല്ലെങ്കിൽ ട്രീക്ക് ഇതിനേക്കാളും ബയോമാസ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഒരു ട്രീയേ ഉള്ളൂ. അപ്പോൾ ട്രീയുടെ പോപ്പുലേഷൻ അവിടെ കുറവാണെന്നാണോ അർത്ഥം? അല്ല, 5000 ട്രീക്ക് നിൽക്കാനുള്ള സ്ഥലം അവിടെ ഇല്ല. മീൻസ് അതിന് ബയോമാസ് കൂടുതലാണ്. അപ്പോൾ ഈ കേസിൽ, ഇങ്ങനെയൊക്കെയുള്ള കേസിൽ ഇപ്പോൾ ട്രീയുടെയും പുല്ലിൻ്റെയും എണ്ണം ഒരുമിച്ചെടുക്കണം, അല്ലെങ്കിൽ ഒരു ചെറിയ ജീവിയുടെയും വലിയ ജീവിയുടെ എണ്ണം ഒരുമിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ എണ്ണമല്ല അവിടെ നിങ്ങൾ പാരാമീറ്റർ ആയിട്ട് എടുക്കേണ്ടത്. അവിടെ പോപ്പുലേഷൻ്റെ സൈസ് കണക്കാക്കാൻ നിങ്ങൾ എന്തെടുക്കണം? ബയോമാസ് എടുക്കണം. അപ്പോൾ ട്രീകളുടെ മാത്രം എണ്ണമാണ് നിങ്ങൾക്ക് എടുക്കാനുള്ളെങ്കിൽ നിങ്ങൾ ടോട്ടൽ നമ്പർ കൗണ്ട് ചെയ്താൽ മതി. ഇനി ട്രീയുടെയും വേറെ ഏതെങ്കിലും കുഞ്ഞു ചെടിയുടെയും കൂടെ എണ്ണമാണ് നിങ്ങൾ പാരാമീറ്റർ ആയിട്ട് എടുത്ത് പോപ്പുലേഷൻ്റെ സൈസ് കണക്കാക്കേണ്ടെങ്കിൽ നിങ്ങൾ എന്തെടുക്കണം? ബയോമാസ് എടുക്കണം. ഈ മരത്തിൻ്റെയും ബയോമാസ് കണക്കാക്കണം, പുല്ലിൻ്റെയും ബയോമാസ് കണക്കാക്കണം. അപ്പോൾ ഏകദേശം 5000 പുല്ലിനും ഒരു ട്രീക്കും ഒക്കെ ഏകദേശം ഒരേ ബയോമാസ് ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പോപ്പുലേഷൻ്റെ സൈസ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പോൾ ചില കേസസിൽ നിങ്ങൾ ബയോമാസ് ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഇനി ഒരു ബാക്ടീരിയ, ഒരു കൾച്ചർ പ്ലേറ്റിനകത്ത് കുറേ ബാക്ടീരിയ കിടപ്പുണ്ടെന്ന് ഏതൊക്കെ സാർ ഒരു കൾച്ചർ പ്ലേറ്റ് എടുത്തു. ദിസ് ഇസ് എ കൾച്ചർ പ്ലേറ്റ്. ഒരു കൾച്ചർ പ്ലേറ്റ് ആണ്. ഈ കൾച്ചർ പ്ലേറ്റിനകത്ത് ധാരാളം ബാക്ടീരിയ കിടപ്പുണ്ട്, ഇഷ്ടം പോലെ ബാക്ടീരിയ. അതുകൊണ്ട് ഇതിനകത്ത് വളർന്നിരിക്കുകയാണ്. സാറ് വിചാരിക്കുകയാണ് ഈ ബാക്ടീരിയയുടെ പോപ്പുലേഷൻ സൈസ് കണക്കാക്കണം. എണ്ണാൻ പറ്റുമോടെ? പറ്റുമോ? ഒരു കൾച്ചർ പ്ലേറ്റിനകത്തുള്ള ബാക്ടീരിയയുടെ അത്ര എണ്ണി എടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റത്തില്ല. ലക്ഷക്കണക്കിന് കാണും. ഞാനിങ്ങനെ ഇരുന്ന് മൈക്രോസ്കോപ്പിൽ ഇരുന്ന് എണ്ണാൻ പറ്റുമോ? പറ്റത്തില്ല. പകരം ആ കേസിൽ നമ്മൾ അതിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് കണക്കാക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ ആ മൈക്രോസ്കോപ്പിൻ്റെ ആ ഓക്കുലാർ ലെൻസിൻ്റെ, അതായത് ആ ഒരു ഫീൽഡിനകത്ത് കുറച്ച് പേരെ കാണാം. എന്നിട്ട് അത് വെച്ച് നമ്മൾ ബാക്കിയുള്ളതിനെയും കാലിബ്രേറ്റ് ചെയ്യണം. കുറച്ച് സ്ഥലത്തുള്ള ആളുകളുടെ എണ്ണം എടുത്തിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് അതിനെ കാലിബ്രേറ്റ് ചെയ്യണം. ഇതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ ചില കേസസിൽ അപ്പോൾ പോപ്പുലേഷൻ്റെ സൈസ് കണക്കാക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഒന്നാമത്തെ മാർഗ്ഗം, നിങ്ങൾ ഏത് സാഹചര്യമാണെന്നനുസരിച്ചാണ് ഇതിൽ ഓരോ മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെ ആയിരിക്കും? വാട്ട് ആർ ദ ഡിഫറൻറ്റ് മെത്തേഡ്സ് ടു കാൽക്കുലേറ്റ് ദ പോപ്പുലേഷൻ സൈസ്? പോപ്പുലേഷൻ്റെ സൈസ് കണക്കാക്കാനുള്ള ഡിഫറൻറ്റ് മെത്തേഡുകൾ എഴുതുക. ഒന്ന്, കൗണ്ടിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ പറ്റും. 2, ഡിറ്റർമൈനിങ് ബയോമാസ്. ബയോമാസ് എന്ത് ചെയ്യാൻ പറ്റും? കണക്കാക്കാൻ പറ്റും. ചില കേസിൽ വലിയ ഒരു ജീവിയെയും ചെറിയൊരു ജീവിയെയും തമ്മിൽ കമ്പയർ ചെയ്ത് കണക്കെടുക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ബയോമാസ് കണക്കാക്കാൻ പറ്റും. 2, നിങ്ങൾ ബാക്ടീരിയ, മൈക്രോ ഓർഗാനിസംസ് മുതലായവരുടെ എണ്ണമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് റിലേറ്റീവ് ഡെൻസിറ്റി കണക്കാക്കാൻ പറ്റും. ഇനി ഇൻഡയറക്റ്റ് കൗണ്ടിങ്. ഇപ്പം നിങ്ങൾക്കൊരു സിംഹത്തിൻ്റെയോ പുലിയുടെയോ പോലുള്ള അറ്റാക്കിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ജീവിയുടെ എണ്ണം എടുക്കണം. നിങ്ങൾക്ക് നേരിട്ട് പോയി എണ്ണം എടുക്കാൻ പറ്റത്തില്ല, അത് പിടിച്ച് തിന്നുകൊണ്ട് പോകും നമ്മളെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഇൻഡയറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യണം. അതിനുള്ള 2 മെത്തേഡുകളുണ്ട്. ഒന്നാണ് ടു കൗണ്ടിങ് ദെയർ പോ പ്രിൻറ്റ്. അവരുടെ കാലടയാളം, പോ പ്രിൻറ്റുകൾ പരിശോധിക്കുക. എത്ര എണ്ണം ഉണ്ട്? ഒരേ സൈസിലുള്ള പോ പ്രിൻറ്റുകൾ എത്ര എണ്ണം ഉണ്ട് നോക്കുക. 2, കൗണ്ടിങ് ദെയർ ഫീക്കൽ പെല്ലറ്റ്. അവരുടെ ഫീക്കൽ മാറ്ററിൻ്റെ പെല്ലറ്റുകൾ എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കുക. ഫീക്കൽ പെല്ലറ്റ്. അപ്പോൾ സിംഹം, പുലി മുതലായവയുടെയൊക്കെ, കടുവ, ഇതിൻ്റെയൊക്കെ എണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് കൗണ്ടിങ് അല്ല, ബയോമാസ് അല്ല, റിലേറ്റീവ് ഡെൻസിറ്റി അല്ല, പകരം എന്താ?
ഇൻഡയറക്റ്റ് കൗണ്ടിങ്, അതായത് അവരുടെ മുന്നിൽ ചെന്ന് പെടാതെ അവർ പോകുന്ന സ്ഥലങ്ങളിൽ എത്രമാത്രം പോ പ്രിന്റുകളുണ്ട്. എളുപ്പമാണ്. ഇപ്പോൾ ഒരേ പോ പ്രിൻ്റുള്ള 2 പുലികൾ ഇല്ലെന്ന് നമ്മളങ്ങ് സങ്കല്പിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോ പ്രിൻ്റ് കണ്ടു, അതിൻ്റെ നീളവും വീതിയൊക്കെ അളന്ന് നോക്കി, അപ്പോൾ അതൊരു പുലി, അതിനെ അങ്ങനെ കണക്കാക്കി. വേറൊരു സ്ഥലത്ത് വേറൊരു പോ പ്രിൻ്റ് കണ്ടു, കുറച്ച് ഡിഫറെൻറ്റ് ഡയമെൻഷനിലുള്ള ഒരെണ്ണം കണ്ടു, അപ്പോൾ അതിനെ അടുത്തതായിട്ട് എണ്ണുന്നു. അപ്പോൾ പോ പ്രിൻ്റുകൾ നോക്കി നിങ്ങൾക്ക് എണ്ണം എടുക്കാം. അല്ലെങ്കിൽ കൗണ്ടിങ് ഫീക്കൽ പെല്ലറ്റ്. ഫീക്കൽ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ ഫീക്കസ് എത്ര സ്ഥലങ്ങളിൽ ഫീക്കസ് കിടപ്പുണ്ട്, ഫീക്കൽ പെല്ലറ്റ് ഏതൊക്കെ സ്ഥലങ്ങളിൽ കിടപ്പുണ്ട്, ഇത് എണ്ണിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് കൗണ്ടിങ് നടത്താം. ഫീക്കൽ പെല്ലറ്റ് മീൻസ് അതിൻ്റെ മലവിസർജ്യം എവിടെ കിടപ്പുണ്ട് എന്നുള്ളത് എണ്ണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ അറ്റാക്കിംഗ് ആയിട്ടുള്ള അനിമൽസിൻ്റെയൊക്കെ എണ്ണം എടുക്കുന്നത്. അപ്പോൾ പോപ്പുലേഷൻ്റെ സൈസ് കണക്കാക്കാനുള്ള 4 മെത്തേഡുകൾ: ഒന്ന് ഡയറക്റ്റ് കൗണ്ടിങ്, മറ്റൊന്ന് ഡിറ്റർമൈനിങ് ബയോമാസ് ആൻഡ് കാൽക്കുലേറ്റിംഗ് റിലേറ്റീവ് ഡെൻസിറ്റി ആൻഡ് ഇൻഡയറക്റ്റ് കൗണ്ടിങ്. ഇൻഡയറക്റ്റ് കൗണ്ടിങ് എങ്ങനെയൊക്കെ ചെയ്യാം? കൗണ്ടിങ് ദ പോ പ്രിന്റ് ആൻഡ് കൗണ്ടിങ് ദ ഫീക്കൽ പെല്ലറ്റ്. ദെൻ ദ പോപ്പുലേഷൻ ഡെൻസിറ്റി, പോപ്പുലേഷൻ സൈസ് ഓർ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് നമ്മൾ പറഞ്ഞത്. പോപ്പുലേഷൻ സൈസ് കണക്കാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കടാ മക്കളെ, എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് പെർ യൂണിറ്റ് ഏരിയ ഓർ വോളിയം. ഒരു പോപ്പുലേഷൻ്റെ യൂണിറ്റ് ഏരിയയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ മൈക്രോബ്സിൻ്റെ കാര്യം പറഞ്ഞാൽ യൂണിറ്റ് വോളിയത്തിൽ താമസിക്കുന്ന ഇൻഡിവിജ്വൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. വാട്ട് ഈസ് പോപ്പുലേഷൻ ഡെൻസിറ്റി? എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് പെർ യൂണിറ്റ് ഏരിയ ഓർ വോളിയം ഈസ് കോൾഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇനി നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ വരികയാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി? പോപ്പുലേഷൻ ഡെൻസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നോക്കണം മക്കളെ, പ്രധാനമായിട്ട് 4 ഫാക്ടറുകളാണ്. ഏതൊക്കെയാ? 1 നേറ്റാലിറ്റി, 2 മോർട്ടാലിറ്റി, 3 ഇമിഗ്രേഷൻ, 4 എമിഗ്രേഷൻ. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി? പോപ്പുലേഷൻ ഡെൻസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1 natality, it is the other name of birth rate. Mortality and immigration and emigration. What are the factors affecting population density? Natality, mortality, immigration and emigration. നോക്കോളെ, 1 നേറ്റാലിറ്റി. നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണ് നേറ്റാലിറ്റി എന്നുള്ള കാര്യം നോക്കാം. ഓരോന്നിൻ്റെ ഡെഫിനിഷൻ നിങ്ങളോട് എക്സാമിന് ചോദിക്കും, അതുകൊണ്ടാണ് സാർ അതിൻ്റെ ഡെഫിനിഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താ നേറ്റാലിറ്റി? റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ബർത്ത് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഇൻ ദ പോപ്പുലേഷൻ ദാറ്റ് ആർ ആഡഡ് ടു ദ ഇനിഷ്യൽ ഡെൻസിറ്റി. ഒരു പോപ്പുലേഷൻ എപ്പോഴും ഒരു ഇനിഷ്യൽ ഡെൻസിറ്റി കാണും. ആ ഇനിഷ്യൽ ഡെൻസിറ്റിയോടൊപ്പം പുതുതായി ആഡ് ചെയ്യപ്പെടുന്ന നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് ബർത്ത് ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഇൻ ദ പോപ്പുലേഷൻ ദാറ്റ് ആർ ആഡഡ് ടു ദ ഇനിഷ്യൽ ഡെൻസിറ്റി. ഇനിഷ്യൽ ഡെൻസിറ്റിയോടൊപ്പം ആഡ് ചെയ്യപ്പെടുന്ന ഒരു പോപ്പുലേഷനിലെ പുതിയ നമ്പർ ഓഫ് ബർത്തുകളെ, എത്ര നമ്പർ ഓഫ് ബർത്ത് പുതുതായിട്ടുണ്ടായി എന്ന് പറയുന്നതിനെയാണ് നേറ്റാലിറ്റി എന്ന് പറയുന്നത്. നേറ്റാലിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ ദ ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റർ ബി. നേറ്റാലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? ക്യാപിറ്റൽ ലെറ്റർ ബി. ബർത്ത് റേറ്റ് എന്നുള്ള ബി ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ബി. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മോർട്ടാലിറ്റി. എന്താ മോർട്ടാലിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ദ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ഒരു ഗിവൺ പീരീഡിൽ എത്ര നമ്പർ ഓഫ് ഡെത്തുകൾ ഉണ്ടായി. ദ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പോപ്പുലേഷൻ ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക പീരീഡിൽ എത്രമാത്രം ഡെത്തുകൾ ഉണ്ടായി എന്ന് പറയുന്നതിനെയാണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. മോർട്ടാലിറ്റി ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഡി. മോർട്ടാലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ ഡി ആണ്. ഡെത്ത് റേറ്റ് എന്നുള്ള ഡി ആണ്. ഇനി നോക്കിയാടാ, ഇമിഗ്രേഷൻ. എന്താ ഇമിഗ്രേഷൻ? നമ്മൾ എയർപോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് ഇമിഗ്രേഷനും എമിഗ്രേഷനും. എന്താ ഇമിഗ്രേഷൻ? ഇങ്ങോട്ട് വരുന്ന ആളുകൾ, എൻട്രി ചെയ്യുന്ന ആളുകൾ, ഇതാണ് ഇമിഗ്രേഷൻ. എമിഗ്രേഷനോ? ഇവിടുന്ന് പോകുന്ന ആളുകൾ, എക്സിറ്റ് ചെയ്യുന്ന ആളുകൾ. നോക്ക്, ഇമിഗ്രേഷൻ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ സെയിം സ്പീഷീസ് ദാറ്റ് ഹാവ് കം ഇൻ ടു ദ ഹാബിറ്റാറ്റ്. കേട്ടോ,
കം ഇൻ ടു ദ ഹാബിറ്റാറ്റ്, വരികയാണ്, വന്നു ചേരുകയാണ്, കം ഇൻ ടു ദ ഹാബിറ്റാറ്റ് ഫ്രം എൽസ്വെയർ ഡ്യൂറിങ് ദ ടൈം പീരീഡ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ എത്ര ടൈം പീരീഡ് എടുക്കുന്നോ ആ ടൈം പീരീഡിൽ ഒരു ഹാബിറ്റാറ്റിലേക്ക്, ഒരു പോപ്പുലേഷനിലേക്ക് പുതുതായി എവിടെ നിന്നെങ്കിലും വന്നു ചേരുന്ന ആളുകളെ നമ്മൾ പറയുന്ന പേരാണ് ഇമിഗ്രേഷൻ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയറിൽ എത്തുമ്പോൾ പഠിക്കാനുണ്ട്, ചില നാഷണൽ പാർക്കുകളിൽ എന്ത് ചെയ്യാറുണ്ട്, മൈഗ്രേറ്ററി ബേർഡുകൾ വരാറുണ്ട്, വേറെ രാജ്യങ്ങളിൽ നിന്ന് ദേശാടന പക്ഷികൾ വരാറുണ്ട്. അപ്പോൾ ഈ ദേശാടന പക്ഷികൾ ഇങ്ങോട്ട് വന്നു ചേരുകയല്ലേ, മറ്റെവിടുന്നെങ്കിലും ഇങ്ങോട്ട് വരികയല്ലേ, അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഇമിഗ്രേഷൻ എന്ന് വിളിക്കും. ദ ഇമിഗ്രേഷൻ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ആൽഫബറ്റ് ഐ, ക്യാപിറ്റൽ ലെറ്റർ ഐ. ഇനി അടുത്തതാണ് എമിഗ്രേഷൻ. എന്താ മക്കളെ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ ഹു ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ്. ഹാബിറ്റാറ്റിൽ നിന്ന് ഓടിപ്പോവുകയാണ് അവന്മാർ. കണ്ടോ, ഒരു ഹാബിറ്റാറ്റിൽ 100 പേരുണ്ട്, ആ 100 പേരിൽ നിന്നൊരു 25 പേര് മറ്റെങ്ങോട്ടോ പോയി. ഇന്ത്യയിൽ ഇത്രയും പോപ്പുലേഷൻ ഉണ്ട്, കുറച്ച് പേര് അമേരിക്കയിലേക്ക് കുടിയേറിപ്പോയി, കുറച്ച് പേര് ചൈനയിലേക്ക് കുടിയേറിപ്പോയി, കുറച്ച് പേര് മറ്റേതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് കുടിയേറിപ്പോയി. ഇതെന്താ? എമിഗ്രേഷൻ, പോവുകയാണ്. കണ്ടോ, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ പോപ്പുലേഷൻ ഹു ലെഫ്റ്റ് ദ ഹാബിറ്റാറ്റ് ആൻഡ് ഗോൺ എൽസ്വെയർ ഡ്യൂറിംഗ് ദ ടൈം പീരീഡ് അണ്ടർ കൺസിഡറേഷൻ. ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് എത്ര പേര് ലെഫ്റ്റായി, എത്ര പേര് പോയി എന്ന് പറയുന്നതിനെയാണ് എമിഗ്രേഷൻ എന്ന് പറയുന്നത്. നോക്കൂ മക്കളെ, immigration is represented by the letter capital letter E. It is represented by capital letter E. മക്കളെ, അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഡെൻസിറ്റി? വൺ ഈസ് കാൾഡ് ക്യാപിറ്റൽ ലെറ്റർ B, ദാറ്റ് ഈസ് നേറ്റാലിറ്റി. ക്യാപിറ്റൽ ലെറ്റർ B, ദാറ്റ് ഈസ് നേറ്റാലിറ്റി. എന്താ മക്കളെ നാറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ? ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ന്യൂലി പ്രൊഡ്യൂസ്ഡ് ഓർ നമ്പർ ഓഫ് ന്യൂ ബർത്ത് ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ എത്രമാത്രം പുതിയ ബർത്തുകളുണ്ട്? ഏറ്റവും ഷോർട്ടായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ദ നമ്പർ ഓഫ് ന്യൂ ബർത്ത് ഇൻ എ പോപ്പുലേഷൻ ഇറ്റ് ഈസ് ആഡഡ് ടു ദ ഇനീഷ്യൽ ഡെൻസിറ്റി. ഇനീഷ്യൽ ഡെൻസിറ്റിയോടൊപ്പം ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ നേറ്റാലിറ്റി എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റിയെ പോസിറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. നേറ്റാലിറ്റി ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടാനാണ് സഹായിക്കുന്നത്. അപ്പം നമുക്ക് പറയാം, ദ നേറ്റാലിറ്റി ഗീവ് എ പോസിറ്റീവ് എഫക്റ്റ് ടു ദ പോപ്പുലേഷൻ. പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുകയാണ്, പോസിറ്റീവ് എഫക്റ്റ് ആണ്. ഇനി 2, ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ D. എന്തോ മക്കളെ? ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി. മോർട്ടാലിറ്റി, നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം ഇൻ എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ എത്രമാത്രം ഡെത്ത് നടന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ D. ആൻഡ് എങ്ങനെയാണ് ഇത് പോപ്പുലേഷൻ ഡെൻസിറ്റി അഫക്റ്റ് ചെയ്യുന്നത്? നെഗറ്റീവായിട്ടാണ്. ശരിയല്ലേ മക്കളെ? ഉള്ള പോപ്പുലേഷനിൽ നിന്ന് ആളുകൾ മരിച്ചു പോവുകയാണ് എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടാണ് പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത്, ദാറ്റ് ഈസ് ഐ, ക്യാപിറ്റൽ ലെറ്റർ ഐ. എന്തുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ ഐ? ഇമിഗ്രേഷൻ. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ന്യൂലി കംസ് ടു എ പോപ്പുലേഷൻ ഫ്രം എൽസ്വെയർ. എവിടെ നിന്നെങ്കിലും ഒരു പോപ്പുലേഷനിലേക്ക് വന്നു ചേരുകയാണ് മക്കളെ, ആളുകൾ വന്നു ചേരുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി അഫക്റ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ്. മറ്റെവിടുന്നോ ഇങ്ങോട്ട് വരികയല്ലേ. അപ്പോൾ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? പോസിറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. പോസിറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി കുറച്ച് ഇൻഡിവിജ്വലുകൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് പോകുന്നു, എക്സിറ്റ് ആവുന്നു. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ E. ക്യാപിറ്റൽ ലെറ്റർ E, ദാറ്റ് ഈസ് എമിഗ്രേഷൻ. എങ്ങനെയാണ് ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി എമിഗ്രേഷൻ അഫക്റ്റ് ചെയ്യുന്നത്? എമിഗ്രേഷൻ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? പോസിറ്റീവോ നെഗറ്റീവോ? നെഗറ്റീവായിട്ടാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഗ്രാഫിക്കലായിട്ട് കാണിച്ചിട്ടുണ്ട്, ഒരു റെപ്രസെൻറ്റേഷനിലൂടെ കാണിച്ചിട്ടുണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ N. ഇത് ഓർത്തിരിക്കണം, പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ N, ക്യാപിറ്റൽ ലെറ്റർ N. കേട്ടോ, ഇമിഗ്രേഷൻ ആദ്യം തൊട്ട് നമുക്ക് നോക്കാം. നേറ്റാലിറ്റി പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു, മോർട്ടാലിറ്റി നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. കണ്ടോ, പോസിറ്റീവ് വന്നു ചേരുകയാണ്, പുതിയ ആളുകൾ ആഡ് ചെയ്യപ്പെടുകയാണ്. എന്നാൽ ഇത് മരിച്ചു പോവുകയാണ്. കണ്ടോ, നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു മോർട്ടാലിറ്റി. ഇനി ഇമിഗ്രേഷൻ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു, വന്നു ചേരുകയാണ്. ഇനി എമിഗ്രേഷൻ പോവുകയാണ്, ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണ്. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രീകരണമാണ്. ഇതുപോലെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മക്കളെ. ഇതേ നോക്ക്. ഇനി ഇവിടുന്ന് ഇക്വേഷനോട് നോക്കിയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതാ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് പരിശോധിക്കുക. നെയിം ദ പ്രോസസ് റെപ്രസെൻറ്റഡ് ആസ് എ ആൻഡ് ബി. എ എന്നും ബി എന്നും എഴുതിയിരിക്കുന്നത് എന്താണ് മക്കളെ? എയും നെഗറ്റീവാണ്, ബിയും നെഗറ്റീവാണ്. എയും നെഗറ്റീവാണ്, ബിയും നെഗറ്റീവാണ്. അപ്പോൾ എന്തുവാ? നേറ്റാലിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് മോർട്ടാലിറ്റി. കണ്ടോ, നെഗറ്റീവ്. ഇമിഗ്രേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് എമിഗ്രേഷൻ. താണ്ടേ നെഗറ്റീവ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇക്വേഷൻ നോക്കാം മക്കളെ. ഇക്വേഷൻ, ദിസ് ഈസ് ദ ഇക്വേഷൻ. ഇഫ് N is the population density at time t. ടൈം ടിയിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി N ആണ് എങ്കിൽ
നമുക്ക് അതിനെ നമുക്ക് എൻ ടി എന്ന് എഴുതാം. എൻ ടി പോപ്പുലേഷൻ ടൈം ടിയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഞാനിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ കയ്യിലിരിപ്പോൾ ടൈം ടിയിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി എൻ ടി ആണ്. ദെൻ ദ ഡെൻസിറ്റി അറ്റ് ടൈം T+1 ടൈമിൽ, അതായത് ഫ്യൂച്ചറിൽ എത്ര പോപ്പുലേഷൻ ഡെൻസിറ്റി വരും എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതാ നോക്ക്, N+1 ഈസ് ഈക്വൽ ടു NT പ്ലസ് B+I മൈനസ് D+E. എന്താടാ ബി? ബി ഈസ് ദ നേറ്റാലിറ്റി, I ഈസ് ദ immigration, D is the mortality, E is the emigration. അപ്പോൾ എന്താണ് ഇക്വേഷൻ? എല്ലാവരും ഒന്ന് പറഞ്ഞേടാ, എല്ലാവരും ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ. T+1 ടൈമിലെ, അതായത് ഫ്യൂച്ചറിസ്റ്റിക് കാൽക്കുലേഷൻ ആണ്, ഫ്യൂച്ചറിൽ എത്രമാത്രം ഉണ്ടാവും കേട്ടോ. N+1 ഈസ് ഈക്വൽ ടു NT പ്ലസ് നിലവിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ഇപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി പ്ലസ് B+I മൈനസ് D+E. B+I മൈനസ് D+E നിങ്ങൾ പലപ്പോഴും ന്യൂസ് പേപ്പേഴ്സിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ പശ്ചിമഘട്ടത്തിൽ ഈ രീതി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇത്രയായി കുറയും, ഇന്ന ജീവിയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇത്രയാവും, മലബാർ ഹോൺബിലിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി 5 ആയി കുറയും, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തോ അത് ശരിക്കും പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇപ്പം നിലവിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി അവർക്ക് അറിയാം, ബർത്ത് റേറ്റും അവർക്കറിയാം, ഇമിഗ്രേഷനും അവർക്കറിയാം, ഡെത്ത് റേറ്റും അവർക്കറിയാം, എമിഗ്രേഷനും അവർക്കറിയാം. ഇത് വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നാ പോപ്പുലേഷൻ ഡെൻസിറ്റി 0 ആവുമെന്ന് കണക്കാക്കാൻ പറ്റത്തില്ലേ? പറ്റും. മാത്സ് പഠിക്കുന്ന നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. എന്താണ് ഇക്വേഷൻ? N+1 ഈസ് ഈക്വൽ ടു NT പ്ലസ് B+I നേറ്റാലിറ്റി പ്ലസ് ഇമിഗ്രേഷൻ മൈനസ് മോർട്ടാലിറ്റി പ്ലസ് എമിഗ്രേഷൻ D+E. ദിസ് ഈസ് ദ ഫ്യൂച്ചറിസ്റ്റിക് കാൽക്കുലേഷൻ ഓഫ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഫ്യൂച്ചറിൽ എത്ര ആകും എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ്. ഇത് ഓരോന്നും എന്താണെന്ന് എഴുതാൻ ചോദിക്കും. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇഫ് NT ഈസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ടൈം T, ദെൻ റൈറ്റ് ഡൗൺ ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇക്വേഷൻ അറ്റ് ടൈം T+1. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ എഴുതും? N+1 ഈസ് ഈക്വൽ ടു NT പ്ലസ് B+I മൈനസ് D+E. ഓക്കെയാണേ. നമ്മുടെ അടുത്ത ടോപ്പിക് ഗ്രോത്ത് മോഡൽസ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ചാപ്റ്റർ നമുക്ക് 3 ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. ഒന്ന് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് ആണ്, 5 പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഗ്രോത്ത് മോഡൽസ് ആണ്. ഇനി ഇതല്ലാതെ ഒരു ടോപ്പിക്ക് കൂടെ നമുക്കുള്ളൂ, പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. അടുത്തതാണ് ഗ്രോത്ത് മോഡൽസ്. എടാ മക്കളെ, ഗ്രോത്ത് മോഡൽസ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാ? ലോജിസ്റ്റിക് ഗ്രോത്തും എക്സ്പോണൻഷ്യൽ ഗ്രോത്തും. നമ്മൾ പറയുമ്പോൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലും എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡലും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ സെക്കൻഡ് ടോപ്പിക്ക്, നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ള 2ാമത്തെ ടോപ്പിക്ക് ഗ്രോത്ത് മോഡൽസ്, ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലും എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് മോഡലും. ആനുവൽ എക്സാമിന് ആകെ ഒറ്റ ക്വസ്റ്റ്യൻ ഇതിന് ചോദിക്കുകയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക് ഗ്രോത്ത് ആൻഡ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്? ലോജിസ്റ്റിക് ഗ്രോത്തും എക്സ്പോണൻഷ്യൽ ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ്? എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മാത്രം നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് 2 ഇടത്തും കൂടെ ആയിട്ടൊരു 6 പോയിന്റ് വേണം. അപ്പോൾ സാർ ഇവിടെ മൊത്തത്തിൽ 10 പോയിന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പമുള്ള പോയിന്റുകൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് വളരെ ക്രിസ്പായിട്ട് ഈ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ലോജിസ്റ്റിക് ഗ്രോത്തിൻ്റെയും എക്സ്പോണൻഷ്യൽ ഗ്രോത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അഥവാ ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് എന്ത് നോക്കാം? ലോജിസ്റ്റിക് ഗ്രോത്ത് എന്താണെന്ന് നോക്കാം. നോർമലി നേച്ചറിൽ കാണപ്പെടുന്ന ഒരു ഗ്രോത്ത് മോഡൽ, മിക്കവാറും നിങ്ങളൊരു 99% ഓർഗാനിസങ്ങളെ നോക്കിയാലും നേച്ചറിൽ അവർ പൊസസ് ചെയ്യുന്നത് എങ്ങനെയുള്ള ഗ്രോത്ത് ആണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് ആണ്. എന്താണെന്ന് വെച്ചാൽ, ഹിയർ ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഡാർവിൻ പണ്ടേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താ? നേച്ചറിൽ എപ്പോഴും ജീവികൾക്ക് ആവശ്യമായ റിസോഴ്സസ് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ആൻഡ് ഡിപ്പെൻഡന്റ് ഓൺ ക്യാരിയിങ് കപ്പാസിറ്റി. ലോജിസ്റ്റിക് ഗ്രോത്ത് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും? ക്യാരിയിങ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നിരവധി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി? ക്യാരിയിങ് കപ്പാസിറ്റിയുടെ ഡെഫിനിഷൻ എഴുതുക. അതുപോലെ കെ എന്തിനെ സൂചിപ്പിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ക്യാരിയിങ് കപ്പാസിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ ലെറ്റർ കെ. അപ്പൊ എന്താ ക്യാരിയിങ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇക്കോസിസ്റ്റം ക്യാൻ സപ്പോർട്ട്. ഒരു പർട്ടിക്കുലർ ഇക്കോസിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ
ഇപ്പം നിലവിൽ ഞാനിപ്പോൾ ഒരു ഇക്കോസിസ്റ്റം എടുക്കുന്നു, ഒരു ഫോറസ്റ്റ് എടുക്കുന്നു. ആ ഫോറസ്റ്റിലെ റിസോഴ്സസ് ഉപയോഗിച്ച് അവിടെ ഇത്ര ടൈഗറിനെ മാത്രമേ ആ ഫോറസ്റ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ടൈഗറുകളെ അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. അപ്പം അതിന് കഴിക്കാനുള്ള ഭക്ഷണം, അതിന് വസിക്കാനുള്ള സ്ഥലം, അതേപോലെ തന്നെ അതിന് മേറ്റുകൾ, അതിന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇണകൾ, ഇതൊക്കെ അവിടെ ലിമിറ്റഡ് ആയിട്ടേ കാണുള്ളൂ. അപ്പോൾ അത്രയും റിസോഴ്സ് ഉപയോഗിച്ച് അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എപ്പോഴും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും? ക്യാരിയിങ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നടക്കുക. അപ്പോൾ റിസോഴ്സസ് ഇവിടെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇവിടെ ഗ്രോത്ത് നടക്കുന്നത്? ക്യാരിയിങ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്താണ്. എന്താ ക്യാരിയിങ് കപ്പാസിറ്റി? ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇക്കോസിസ്റ്റം ക്യാൻ സപ്പോർട്ട്. ആൻഡ് ദ സ്പീഷീസ് ഷോയിങ് ലോജിസ്റ്റിക് ഗ്രോത്ത് ഈസ് കോൾഡ് കെ സ്പീഷീസ്. ഇപ്പൊ ഏത് സ്പീഷീസുകളാണോ ലോജിസ്റ്റിക് ഗ്രോത്ത് കാണിക്കുന്നത് അത്തരം സ്പീഷീസുകളെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാരിയിങ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്പീഷീസ് അല്ലേ. അതുകൊണ്ട് ക്യാരിയിങ് കപ്പാസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ കെ. അതുകൊണ്ട് അത്തരം സ്പീഷീസുകളെ നമ്മൾ കെ സ്പീഷീസ് എന്ന് വിളിക്കും. കെ സ്പീഷീസ്. ഇനി ഈ ലോജിസ്റ്റിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ടൊരു ഇക്വേഷൻ നമ്മളിപ്പോൾ പഠിക്കും. ആ ഇക്വേഷനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് വേൾഡ്-ഹസ്റ്റ്-പേൾ ഇക്വേഷൻ എന്നറിയപ്പെടും. വേൾഡ്-ഹസ്റ്റ്-പേൾ ഇക്വേഷൻ. അപ്പോൾ ഒരു തവണ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. വേൾഡ്-ഹസ്റ്റ്-പേൾ ഇക്വേഷൻ ഈസ് ഡിപ്പെൻഡ് അല്ലെങ്കിൽ ഈസ് ബേസ്ഡ് ഓൺ വിച്ച് ഗ്രോത്ത്? ഏത് ഗ്രോത്തിനെ ബേസ് ചെയ്താണ് വേൾഡ്-ഹസ്റ്റ്-പേൾ ഇക്വേഷൻ ഇരിക്കുന്നത്? ഏത് ഗ്രോത്തിനെ? ലോജിസ്റ്റിക് ഗ്രോത്തിനെ. ഇനി നമ്മൾ ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഒരു ഗ്രാഫ് നിർമ്മിക്കുകയാണെങ്കിൽ നമ്മളിത് ടൈമിനെ എന്തിന് എഗെയിൻസ്റ്റ് വരയ്ക്കുന്നു? പോപ്പുലേഷൻ സൈസിന് എഗെയിൻസ്റ്റ് വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ഗ്രാഫ് ഒരു സിഗ്മോയിഡ് ഗ്രാഫ് ആയിരിക്കും. എന്ത് ഗ്രാഫ് ആയിരിക്കും? ദാറ്റ് ഈസ് എ സിഗ്മോയിഡ് ഗ്രാഫ്. ഈ സിഗ്മോയിഡ് ഗ്രാഫിൽ നിങ്ങൾക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ അതായത് തുടങ്ങുന്ന ഒരു ഘട്ടം കാണാം, തുടങ്ങുന്ന ഒരു ഫേസ് കാണാം. ഈ ഫേസിനെ നമ്മൾ ലാഗ് ഫേസ് എന്ന് വിളിക്കും. ദിസ് ഫേസ് ഈസ് കോൾഡ് ലാഗ് ഫേസ്. ഇനി ഈ ലാഗ് ഫേസ് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് മുകളിലേക്ക് ഉയരുന്ന ഒരു ഘട്ടം കാണാം. ദിസ് ഈസ് കോൾഡ് ലോഗ് ഫേസ് ഓർ എക്സ്പോണൻഷ്യൽ ഫേസ്. This phase is called log phase or exponential phase. എക്സ്പോണൻഷ്യൽ ഫേസ്. ഇനി നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് ചെല്ലുമ്പോൾ ശരിക്കും ഇവിടെ ഒരു ഡീസിലറേഷൻ ഫേസ് ഉണ്ട്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് സാർ ഇവിടെ വരയ്ക്കുന്നില്ല. ഇനിതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഈ ഫേസിനെ നമ്മൾ സ്റ്റേഷനറി ഫേസ് എന്ന് വിളിക്കും. സ്റ്റേഷനറി ഫേസ്. അപ്പോൾ ഈ ഗ്രാഫിന്, ഈ സിഗ്മോയിഡ് കർവിന് 3 ഭാഗങ്ങളുണ്ട്. ഗ്രോത്ത് തുടങ്ങുന്ന ഭാഗം ലാഗ് ഫേസ്, ഇനി ഗ്രോത്ത് ഉയരുന്ന ഭാഗം ലോഗ് ഫേസ് അഥവാ എക്സ്പോണൻഷ്യൽ ഫേസ്. ഇനി ക്യാരിയിങ് കപ്പാസിറ്റി റീച്ച് ചെയ്തു, ഇവിടെ വെച്ച് കെ റീച്ച് ചെയ്തു, ഇവിടാണ് കെ. ദിസ് ഇസ് ദ കെ. കെ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ഉയരാൻ പറ്റത്തില്ല. കാരണം എന്താ? ആ ഇക്കോസിസ്റ്റത്തിന് മാക്സിമം ഇത്ര പേരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്തായിരിക്കും? ദ പോപ്പുലേഷൻ ഈസ് സ്റ്റേബിൾ. പോപ്പുലേഷൻ എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. ദിസ് ഇസ് കോൾഡ് സ്റ്റേഷനറി ഫേസ്. കണ്ടോ മക്കളെ? അപ്പോ ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ പ്രത്യേകതകൾ എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞേ. ഒന്ന്, ഗ്രോത്ത് റിസോഴ്സസ് ഇവിടെ എന്താണ്? ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒരു ഇക്കോസിസ്റ്റത്തിന്റെ ക്യാരിയിങ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്താണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു ഇക്കോസിസ്റ്റത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് സ്പീഷീസ്. ഒരു പർട്ടിക്കുലർ സ്പീഷീസിലെ ഇത്ര എണ്ണത്തെ മാത്രമേ ഒരു ഇക്കോസിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ പറ്റൂ? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂ. ആ സ്പീഷീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് വിളിക്കുന്നത്. ലോജിസ്റ്റിക് ഗ്രോത്ത് കാണിക്കുന്ന സ്പീഷീസുകളെ നമ്മൾ കെ സ്പീഷീസ് എന്ന് വിളിക്കും. ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ഇക്വേഷനെ നമ്മൾ വേൾഡ്-ഹസ്റ്റ്-പേൾ ഇക്വേഷൻ എന്ന് പറയും. നമ്മളിപ്പോൾ 2 ഗ്രോത്തിന്റെ ഒരു ഗ്രാഫ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് കാണുമ്പോൾ ഞാൻ ആ ഇക്വേഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ. ഇനി എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നോക്കൂ മക്കളെ. ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഹിയർ ദ റിസോഴ്സസ് ആർ അൺലിമിറ്റഡ്. ഇവിടെ റിസോഴ്സുകൾ എന്താണ്? അൺലിമിറ്റഡ് ആണ്. ഹിയർ ദ റിസോഴ്സസ് ആർ അൺലിമിറ്റഡ് ആൻഡ് ഡിപ്പെൻഡന്റ് ഓൺ ബയോട്ടിക് പൊട്ടൻഷ്യൽ ഓർ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇവിടെ ഗ്രോത്ത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്താണ്? ക്യാരിയിങ് കപ്പാസിറ്റി ആണോടാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അല്ല, ഇതൊരു ജീവിയുടെ ബയോട്ടിക് പൊട്ടൻഷ്യലിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ റിസോഴ്സസ് അൺലിമിറ്റഡ് ആണ്. ഒരുപാട് റിസോഴ്സസ് കിട്ടുന്നു. ഒരു ജീവിക്ക് ഒരുപാട് റിസോഴ്സസ് കിട്ടിയാൽ അത് മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. പരമാവധി റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതാണ് അതിൻ്റെ ബയോട്ടിക് പൊട്ടൻഷ്യൽ അഥവാ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. നിങ്ങളുടെ പുസ്തകത്തിൽ ബയോട്ടിക് പൊട്ടൻഷ്യൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഇതാണ്, ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്, ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ ആർ. എന്താ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? സ്മോൾ ലെറ്റർ ആർ. ആൻഡ് ദ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്താണ്? ദിസ് ഈസ് കാൾഡ് റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് എന്ന് വിളിക്കും.
റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്, അതായത് ഇപ്പോൾ ഒരു മനുഷ്യന് അൺലിമിറ്റഡ് ആയിട്ട് റിസോഴ്സസ് കിട്ടി കഴിഞ്ഞാൽ മനുഷ്യൻ അൺലിമിറ്റഡ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു ഇൻഡിവിജ്വലിന് എത്രമാത്രം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഫിറ്റ്നസ് ആണ് ഏതെന്ന് പറയുന്നത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. അപ്പോൾ ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് മക്കളെ? ഒരു ജീവിയുടെ ബയോട്ടിക് പൊട്ടൻഷ്യൽ അഥവാ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് അഥവാ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. നിങ്ങളുടെ പുസ്തകത്തിൽ ബയോട്ടിക് പൊട്ടൻഷ്യലിന് ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ആണ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ r. ആൻഡ് the species showing exponential growth is called logistic growth alla, the species showing exponential growth is called എന്ത് സ്പീഷീസ് മക്കളെ? r species. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുന്ന സ്പീഷീസുകളെ നമ്മൾ എന്ത് വിളിക്കും? r species എന്ന് വിളിക്കും. ഇനി ഇത് ഇക്കോസിസ്റ്റത്തിൽ എവിടെയാണ് കാണുന്നത്, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയാണ് ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുന്ന ജീവികളുള്ളത്? ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ് മക്കളെ. ഒരിക്കലും നേച്ചറിൽ അൺലിമിറ്റഡ് റിസോഴ്സസ് കാണത്തില്ല. നിങ്ങളിൽ ലോകത്ത് എവിടെ, ബയോസ്ഫിയറിൽ നിങ്ങൾ എവിടെ നോക്കിയാലും ഒരു ഇക്കോസിസ്റ്റത്തിൽ അൺലിമിറ്റഡ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇക്കോസിസ്റ്റം ഇല്ല. ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. നമുക്കിങ്ങനെ ചിന്തിക്കാം, അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ ഇവർ അങ്ങനെ വളർന്നേനെ. കുറച്ച് സമയത്തേക്ക് മാത്രമേ ഒരു ജീവിയെ കൊണ്ട് എന്ത് കാണിക്കാൻ പറ്റുള്ളൂ? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇൻസെക്ട് പോപ്പുലേഷൻ ഡ്യൂറിങ് റെയിനി സീസൺ. റെയിനി സീസൺ ആവുന്ന സമയത്ത് ഇൻസെക്റ്റിന്റെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കൂടും. ഇപ്പോൾ റെയിനി സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ റിസോഴ്സസ് ലിമിറ്റഡ് ആയി കഴിയുമ്പോൾ അവർ വീണ്ടും താഴേക്ക് വരും. ഓക്കെ, ദെൻ ആൽഗൽ പോപ്പുലേഷൻ ഇൻ പൊല്യൂട്ടഡ് വാട്ടർ. പൊല്യൂട്ടഡ് വാട്ടറിലെ ആൽഗൽ പോപ്പുലേഷൻ ഇതൊരു അല്പസമയത്തേക്ക് എന്ത് കാണിക്കാറുണ്ട്? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കാറുണ്ട്. ടൈമിന് പോപ്പുലേഷൻ സൈസിന് എഗെയിൻസ്റ്റ് ടൈമായിട്ട് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏത് ഷേപ്പിലുള്ള ഗ്രാഫ് ആയിരിക്കും കിട്ടുക? ദിസ് ഈസ് ദ ജെ ഷേപ്പ്ഡ് ഗ്രാഫ്. ദിസ് ഇസ് ദ ജെ ഷേപ്പ്ഡ് ഗ്രാഫ്. അതായത് ഇവിടെ ഒരു ലാഗ് ഫേസും ഒരു എക്സ്പോണൻഷ്യൽ ഫേസും മാത്രമേ ഉള്ളൂ. റിസോഴ്സസ് പിന്നെയും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യൂടെ? മുകളിലേക്ക് പൊയ്ക്കൊണ്ടേയിരിക്കും. പിന്നെ എപ്പോഴാണ് ഇത് താഴേക്ക് വരിക? റിസോഴ്സസ് പെട്ടെന്ന് കട്ട് ഓഫ് ആവുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ക്രാഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിനെ നമ്മളൊരു പേര് വിളിക്കും. പെട്ടെന്നൊരു ബൂം ആയിട്ട് ഇത് ഉയരും, പെട്ടെന്ന് ക്രാഷ് ആവും. ഇതൊരു ബൂം ക്രാഷ് ഗ്രാഫാണ് എന്ന് പറയാറുണ്ട്. ബൂം ക്രാഷ് ഗ്രാഫ്. കാരണം എന്താ? ജെ ഷേപ്പിൽ ഇതിങ്ങനെ ഉയർന്നു പോകും. എപ്പോഴാണോ ആ അൺലിമിറ്റഡ് റിസോഴ്സസ് കട്ട് ഓഫ് ആവുന്നത്, ഇത് പിന്നെ സ്റ്റേഷനറിയിലേക്കല്ല പോകുന്നത്, പകരം എന്താ? പെട്ടെന്ന് ക്രാഷ് ആവുകയാണ് പോപ്പുലേഷൻ. അപ്പോൾ ദിസ് ഈസ് ബൂം ക്രാഷ് ഗ്രാഫ്. അപ്പോൾ നമുക്ക് എക്സാമിന് ഈ ഗ്രാഫാണ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ അത് ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഗ്രാഫാണ്. അതുപോലെ തന്നെ ഈ ഗ്രാഫാണ് തരുന്നതെങ്കിൽ, ജെ ഷേപ്പിലുള്ള ഗ്രാഫാണ് തരുന്നതെങ്കിൽ ദാറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഗ്രാഫാണ്. ഇനി ഈ രണ്ട് ഗ്രാഫും കൂടെ കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. എന്താ? ഈ ബ്ലൂ കളറിൽ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് ഏത് ഗ്രാഫാ? ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഗ്രാഫാ. കണ്ടോ? ക്യാരിയിങ് കപ്പാസിറ്റി ക്യാരിയിങ് കപ്പാസിറ്റി എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ സ്റ്റേഷനറി ആയിട്ട് മാറി. ഇനി ഈ ജെ ഷേപ്പിൽ കാണിച്ചിരിക്കുന്ന കണ്ടോ, ക്യാരിയിങ് കപ്പാസിറ്റി അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ക്യാരിയിങ് കപ്പാസിറ്റി കഴിഞ്ഞ് മുകളിലേക്ക് പോയി. കാരണം എന്താ? ഇവിടെ അൺലിമിറ്റഡ് റിസോഴ്സസ് ഉണ്ട്. അപ്പോൾ ആരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ഇക്കോസിസ്റ്റത്തിന്റെ മാക്സിമം കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ആ മുകളിലേക്ക് പോയി. അപ്പൊ ഈ ഗ്രാഫ് എന്ത് ഗ്രാഫാ? ദിസ് ഈസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫാ. ഇനി എക്സ്പോണൻഷ്യൽ ഗ്രോത്തിന്റെ ഇക്വേഷൻ dN/dt ഈസ് ഈക്വൽ ടു പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ആണ്. കണ്ടോ? പോപ്പുലേഷൻ ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു R ഇൻറ്റു N. R is the biotic potential. അല്ലെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിലെ വേർഡ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ആൻഡ് ഇവിടെ നോക്ക്, ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഇക്വേഷൻ നോക്ക്. dN/dt ഈസ് ഈക്വൽ ടു പോപ്പുലേഷൻ ഡെൻസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് ഈക്വൽ ടു RN ഇൻറ്റു K മൈനസ് N/K. K ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരാടാ? ലോജിസ്റ്റിക് ഗ്രോത്ത് അല്ലേ? ക്യാരിയിങ് കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത് അല്ലേ? അപ്പൊ ഇക്വേഷനിൽ Kയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ, അത് എന്തിന്റെ ഇക്വേഷൻ ആണ്? ദിസ് ഇസ് വേർഡ്-ഹെർസ്റ്റ്-പേൾ ഇക്വേഷൻ. ദാറ്റ് ഈസ് ദ ലോജിസ്റ്റിക് ഗ്രോത്തിന്റെ ഇക്വേഷൻ. നമ്മളോട് പരീക്ഷയ്ക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്ക്, ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കുക. എ എന്നും ബി എന്നും കൊടുത്തിരിക്കുന്നു. ഐഡന്റിഫൈ ദ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് എ ആൻഡ് ബി. ഈസി ആയിട്ട് നിങ്ങൾ പറയും, ജെ ഷേപ്പ്ഡ് കർവാണ് എ, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ബി, ലോജിസ്റ്റിക് ഗ്രോത്ത്. വാട്ട് ഡു ദ ആർ ആൻഡ് കെ സ്റ്റാൻഡ്സ് ഫോർ ഇൻ ദ ഇക്വേഷൻ ഗിവൺ ഇൻ ദ ഫിഗർ? ആർ എന്തിനെ സൂചിപ്പിക്കുന്നു? കെ എന്തിനെ സൂചിപ്പിക്കുന്നു? ആർ ഈസ് ദ ബയോട്ടിക് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. കെ ഈസ് ദ ക്യാരിയിങ് കപ്പാസിറ്റി. രണ്ടിന്റെ ഡെഫിനിഷൻ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്തോ? ഒറ്റ വാക്ക്, ഇറ്റ് ഈസ് ദ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിന്റെ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആർ. ഇനി കെ എന്താണ്? ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആൻ ഇക്കോസിസ്റ്റം ക്യാൻ അക്കോമഡേറ്റ്. ഒരു ഇക്കോസിസ്റ്റത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷീസ് ഈസ് നോൺ ആസ്
കെ അല്ലെങ്കിൽ ക്യാരിയിങ് കപ്പാസിറ്റി. ഇനി നോക്കൂ മക്കളെ, ഇനി നോക്കടാ. ഒബ്സർവ് ദ ഇക്വേഷൻ. മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, ഈ മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. നോക്ക്, dn/dt is equal to Rn into k minus n/k. Which type of growth curve does it represent? ഈ ഗ്രോത്ത് കർവ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഈസി. കെ ഉണ്ട് ഇക്വേഷനിൽ, കെ ഇക്വേഷനിൽ ഉണ്ടെങ്കിൽ ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ് ആണിത്, ലോജിസ്റ്റിക് ഗ്രോത്ത് കർവ്. വാട്ട് ഡു ദ ഫോളോയിങ് നൊട്ടേഷൻസ് റെപ്രസെന്റ്? താഴെ പറയുന്ന നൊട്ടേഷൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? n ഈസ് ദ population density, R is the intrinsic rate of natural increase അല്ലെങ്കിൽ ബയോട്ടിക് പൊട്ടൻഷ്യൽ, K is the carrying capacity. ഈസി ആയിട്ട് ആൻസർ എഴുതിക്കൂടെ? ഈ ക്ലാസ് കണ്ടു കഴിയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് എഴുതാൻ വേണ്ടിയിട്ട്? ഇല്ല. ദെൻ നെക്സ്റ്റ് ഈസ് നമ്മുടെ ഒരു കുഞ്ഞൊരു ടോപ്പിക്കാണ് ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻസ്. ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ നോക്കും മക്കളെ, അതാ നമുക്ക് നോക്കാം. മക്കളെ, എന്താണ് ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ? നോക്കണം. A population evolved to maximize reproductive fitness or Darwinian fitness or high R value. ജീവിതത്തിൽ എല്ലാ പോപ്പുലേഷനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ മാക്സിമം നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സിനെ ക്രിയേറ്റ് ചെയ്യുക, അഥവാ മാക്സിമം റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലോകത്തെ എല്ലാ പോപ്പുലേഷനും ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അവരവരുടെ ലൈഫ് ഹിസ്റ്ററിയിൽ പലതരം വേരിയേഷൻസ് കാണിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് മാക്സിമം റീപ്രൊഡക്റ്റീവ് എബിലിറ്റി കാണിക്കാൻ വേണ്ടി, അഥവാ റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ്, ഇതാണ് ഡാർവിൻ എന്ന് പറഞ്ഞ ഡാർവീനിയൻ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹൈ ആർ വാല്യൂ എന്ന് വെച്ചാൽ ഹൈ ബയോട്ടിക് പൊട്ടൻഷ്യൽ കാണിക്കാൻ വേണ്ടി ജീവികൾ പലതരത്തിലുള്ള ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ കാണിക്കാറുണ്ട്. പ്രധാനമായിട്ട് 2 ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നു. ഒന്നാണ് ബ്രീഡിംഗ് ഹാബിറ്റ്, മറ്റൊന്നാണ് നമ്പർ ആൻഡ് സൈസ് ഓഫ് ഓഫ്സ്പ്രിങ്സ്. ഇതൊരു കുഞ്ഞു ടോപ്പിക്കാണ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിനു മുമ്പ് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇത്തവണത്തെ പരീക്ഷ നമുക്ക് ക്രൂഷ്യലാണ്. കുറേ പുതിയ മോഡലുള്ള ചോദ്യങ്ങൾ വരുന്നു എന്ന് പറയുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഫോക്കസ് ചെയ്യാത്ത മേഖലകളിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ടൊക്കെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടോപ്പിക്ക് പോലും കണ്ടന്റ് ഒന്നും കട്ട് ചെയ്യാതെ തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് സാർ ഈ ഒരു ഹെഡിങ്ങോട് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ജീവികളുടെ ബ്രീഡിംഗ് ഹാബിറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള വേരിയേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ ടൈപ്പ് വേരിയേഷൻ ആണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ബ്രീഡ് ചെയ്യുന്ന ജീവികളുണ്ട് ലോകത്ത്. ദാറ്റ് ബ്രീഡ് only once in their lifetime. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ബ്രീഡ് ചെയ്യുന്ന ജീവികൾ, അവരെയാണ് ദാറ്റ് ബ്രീഡ് ഓൺലി വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം. എന്നാൽ മറ്റു ചില ജീവികളെ നോക്കിയാൽ ദേ ക്യാൻ ബ്രീഡ് മെനി ടൈംസ് ഇൻ ദെയർ ലൈഫ് സ്പാൻ. നിങ്ങൾക്ക് ബ്രീഡ് മെനി ടൈംസ്, ഒരുപാട് തവണ ബ്രീഡ് ചെയ്യുന്ന ജീവികളും ഉണ്ട്. ഇപ്പോൾ ഒരു തവണ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ബ്രീഡ് ചെയ്യുന്ന ജീവികൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ പറയണം. ഒന്ന് ബാംബു എന്ന് പറയുന്ന പ്ലാന്റ് അതിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? അത് ബ്രീഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ ബാംബു. 2 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറയണം ദാറ്റ് ഈസ് പെസഫിക് സാൽമൺ ഫിഷ്. ഇത് രണ്ടുമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 2 എക്സാമ്പിൾ. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ബ്രീഡ് ചെയ്യുന്ന 2 ജീവികൾക്ക് എക്സാമ്പിൾ 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഏതൊക്കെയാ? ബാംബു ആൻഡ് പെസഫിക് സാൽമൺ ഫിഷ്. ഇനി ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ബ്രീഡ് ചെയ്യുന്ന ആളുകൾക്ക് എക്സാമ്പിൾ നമുക്കറിയാം. എല്ലാ മാമൽസ്, നമ്മളെപ്പോലുള്ള മാമൽസ്, മിക്കവാറും മാമൽസും ബേർഡ്സും എല്ലാം ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ബ്രീഡ് ചെയ്യുന്നവരാണ്, ഒരുപാട് പ്രാവശ്യം റീപ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ്. നോക്ക്, അപ്പോൾ മാക്സിമം റീപ്രൊഡക്റ്റീവ് ഫിറ്റ്നസ് കാണിക്കാൻ വേണ്ടി ജീവികൾ 2 തരത്തിലുള്ള ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ കാണിക്കാറുണ്ട്. ഒന്നാണ് ബ്രീഡിംഗ് ഹാബിറ്റ് ബേസ് ചെയ്ത് 2 തരം ജീവികളുണ്ട്. ബ്രീഡ് വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം, ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ബ്രീഡ് ചെയ്യുന്ന ജീവികളുണ്ട്, ജീവിതത്തിൽ പലതവണ ബ്രീഡ് ചെയ്യുന്ന ജീവികളുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ബ്രീഡ് ചെയ്യുന്ന ജീവിക എക്സാമ്പിളാണ് ബാംബുവും അതുപോലെ പെസഫിക് സാൽമൺ ഫിഷും. ഇതേ പരീക്ഷയ്ക്ക് ചോദിക്കുകയുള്ളൂ. ഇനി നമ്പർ ആൻഡ് സൈസ് ഓഫ് ഓഫ്സ്പ്രിങ്സ്, ജീവികളുടെ നമ്പറും സൈസും നോക്കിക്കോണേ മക്കളെ. 2 തരത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവികൾ. ചിലരാണെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കും, പക്ഷെ ഒരുപാട് എണ്ണത്തിനെ പ്രൊഡ്യൂസ് ചെയ്യും. എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ സൈസ്ഡ് ഓഫ്സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. മറ്റു ചിലരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ നമ്പർ കുറവായിരിക്കും, പക്ഷെ ലാർജ് സൈസ്ഡ് ഓഫ്സ്പ്രിങ്സ് ആയിരിക്കും. ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യം, മനുഷ്യനിപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് കുഞ്ഞ് 1-2 എണ്ണേ കാണത്തുള്ളൂ, പക്ഷെ കുഞ്ഞിൻ്റെ വലിപ്പം ഒരുപാട് കൂടുതലായിരിക്കും. നേരെ മറിച്ച് നിങ്ങൾ ചിലന്തിയുടെ മുട്ട വിരിഞ്ഞ് ചിലന്തി വെളിയിൽ വരുന്ന കണ്ടിട്ടുണ്ടോ? 100 കണക്കിന് ചിലന്തികൾ കാണും, പക്ഷെ ചെറുതായിരിക്കും. അതാണ് ദ സ്മോൾ നമ്പർ ഓഫ് ലാർജ് സൈസ്ഡ് ഓഫ്സ്പ്രിങ്സ്.
അപ്പോൾ ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവികളും ഉണ്ട്. ഇപ്പോൾ സ്മോൾ നമ്പർ ഓഫ് മെനി ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീവികൾക്ക് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. ഒന്നാണ് പെലാജിക് ഫിഷസ്, മറ്റൊന്നാണ് ഓയിസ്റ്റേഴ്സ്, ചിപ്പി എന്ന് നമ്മൾ പറയത്തില്ലേ, മുത്തൊക്കെ കിട്ടുന്ന സാധനം ചിപ്പി. അപ്പോൾ ഓയിസ്റ്റേഴ്സ്. അപ്പോൾ ഇതെല്ലാം എന്താ, ദേ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ സൈസ്ഡ് ഓഫ് സ്പ്രിങ്സ്, പെലാജിക് ഫിഷസും ഓയിസ്റ്റേഴ്സും. ഇനി സ്മോൾ നമ്പർ ഓഫ് ലാർജർ സൈസ്ഡ് ഓഫ് സ്പ്രിങ്സ് ഹ്യൂമൻ ബീങ്സ് നിങ്ങൾക്ക് പറയാം, മാമൽസ് നിങ്ങൾക്ക് പറയാം. പൊതുവെ ഒരു ലാർജ് കുഞ്ഞുങ്ങളുടെ വലിപ്പം കൂടുതലായിരിക്കും, പക്ഷേ എണ്ണം എന്തായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ. ഇതാണ് ലൈഫ് ഹിസ്റ്ററി വേരിയേഷൻ. മക്കളെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് പോപ്പുലേഷൻ ഇൻട്രാക്ഷനെ കുറിച്ചാണ്. ഈ പോപ്പുലേഷൻ ഇൻട്രാക്ഷന്റെ താഴെ കാണിച്ചിരിക്കുന്ന ഈ ടേബിൾ തന്നെയാണ് നിരവധി വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. നോക്കൂ മക്കളെ, അപ്പോൾ പോപ്പുലേഷൻ ഇൻറ്ററാക്ഷൻസ് പ്രധാനമായിട്ടും നോക്ക് 1 2 3 4 5 6 6 തരം പോപ്പുലേഷൻ ഇൻട്രാക്ഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ നോക്ക്. ഒന്നാമത്തത് മ്യൂച്വാലിസം. അപ്പോൾ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ 2 or more സ്പീഷീസ് ഇൻ ആൻ ഇക്കോസിസ്റ്റം. ഒരു ഇക്കോസിസ്റ്റത്തിലെ 2 or അതിലധികമോ ജീവികൾ തമ്മിലുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 2 ജീവികളെ എടുക്കുന്നു, ഒരു സ്പീഷീസ് എയും ഒരു സ്പീഷീസ് ബിയും. അപ്പോൾ സ്പീഷീസ് എയും സ്പീഷീസ് ബിയും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ സ്പീഷീസ് എക്കും പോസിറ്റീവ് എഫക്റ്റ് അഥവാ ബെനഫിഷ്യൽ ആണ്, സ്പീഷീസ് ബിക്കും ബെനഫിഷ്യൽ ആണ് എങ്കിൽ അങ്ങനത്തെ ഇൻട്രാക്ഷനാണ് മ്യൂച്വലിസം. അപ്പോൾ ഒന്നാമത്തെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ആണ് മ്യൂച്വലിസം. അവിടെ 2 ജീവികൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നു, 2 ജീവിക്കും ഗുണമാണ്, സ്പീഷീസ് എക്കും ഗുണമാണ്, സ്പീഷീസ് ബിക്കും ഗുണമാണ്. ഇനി രണ്ടാമത്തത് സ്പീഷീസ് എക്കും ദോഷമാണ്. കണ്ടോ, മൈനസ് എന്ന് പറഞ്ഞാൽ ദോഷം, ദാറ്റ് ഈസ് ഹാംഫുൾ ആണ്, ഡെട്രിമെന്റൽ എന്ന് പറയും, ഡെട്രിമെന്റൽ. അപ്പൊ ഇത് ബെനഫിഷ്യൽ എന്നാണ്. ഇനി മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് സിമ്പൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഡെട്രിമെന്റൽ അഥവാ ഹാംഫുൾ, ഡെട്രിമെന്റൽ എഫക്റ്റ് ആണ്, ഡെട്രിമെന്റൽ എഫക്റ്റ്. അപ്പൊ 2 പേർക്കും ഡെട്രിമെന്റൽ ആണെങ്കിൽ ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ. സ്പീഷീസ് എക്കും ഡെട്രിമെന്റൽ, സ്പീഷീസ് ബിക്കും ഡെട്രിമെന്റൽ, അല്ലെങ്കിൽ അത് കോമ്പറ്റീഷൻ ആണ്, കോമ്പറ്റീഷൻ. ഇനി സ്പീഷീസ് എക്ക് ഗുണം എന്നാൽ സ്പീഷീസ് ബിക്ക് ദോഷം. ഒരു ജീവിക്ക് ഗുണം, ഒരു ജീവിക്ക് ദോഷം, പ്രിഡേഷൻ. ഇതുപോലെ തന്നെ അടുത്ത വരുന്നുണ്ട് പാരസൈറ്റിസം. പ്രിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവി മറ്റൊന്നിനെ പിടിച്ച് തിന്നുക. അപ്പൊ ആ തിന്നുന്ന ജീവി, ഇപ്പൊ ഞാനിപ്പോ നെല്ലെടുത്തിട്ട് കഴിക്കുന്നു. അപ്പൊ നെല്ലെന്ന് പറഞ്ഞ ഒരു ജീവിയാ ശരിക്കും, അതിനകത്തൊരു എംബ്രിയോ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ എടുത്തിട്ട് കുത്തി അരിയാക്കി ആ അരി വെച്ച് ചോറുണ്ടാക്കി കഴിക്കുന്നു. അപ്പൊ ഞാനവിടെ ചെയ്ത പ്രിഡേഷൻ, ആ ജീവിയെ എടുത്ത് കഴിക്കുക ചെയ്തത്, കുക്ക് ചെയ്തതൊക്കെ രണ്ടാമത്തെ കാര്യം, ഞാനവിടെ പ്രിഡേഷനാണ് ചെയ്തത്. അപ്പൊ ആ കഴിച്ചതിലൂടെ എനിക്ക് എനർജി കിട്ടി, അപ്പൊ എനിക്ക് ബെനിഫിഷ്യൽ ആണ്. പക്ഷെ ആ മറ്റേ ജീവി മരിച്ചുപോയി, അപ്പൊ അതിന് ദോഷമാണ്, ഡെട്രിമെന്റൽ ആണ്. അപ്പൊ ഒന്നിന് പോസിറ്റീവ്, ഒന്നിന് നെഗറ്റീവ്. അപ്പൊ അതുപോലെ വരുന്ന മറ്റൊന്നാണ് പാരസൈറ്റിസം. നമ്മുടെ ബോഡിയിൽ ഒരു പാരസൈറ്റ് ജീവിക്കുന്ന, ഒരു പെയിൻ, തലയിൽ ജീവിക്കുന്ന പെയിൻ എന്ത് ചെയ്യുക, തലയിൽ നിന്ന് രക്തം ഊറ്റി കുടിച്ചാണ് അത് ജീവിക്കുന്നത്. അപ്പൊ ആ ജീവിക്കുന്ന ഹോസ്റ്റ്, ഇപ്പൊ എന്റെ തലയിലാണ് ജീവിക്കുന്നതെങ്കിൽ ഞാനാണ് ഹോസ്റ്റ്. അപ്പൊ ഹോസ്റ്റിന് ദോഷമാണ്, കാരണം എന്റെ ബ്ലഡ് ലോസ് ആവുന്നുണ്ട്. എന്നാൽ പെയിനാണെങ്കിലോ ഗുണമാണ്, കാരണം അതിന് ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുത്തന് ഗുണം, ഒരുത്തന് ദോഷം. അപ്പോൾ ഒരുത്തന് ഗുണവും ഒരുത്തന് ദോഷവുമായിട്ട് വരുന്ന 2 ഇൻട്രാക്ഷൻ ഉണ്ട്, ഒന്ന് പ്രിഡേഷനും മറ്റൊന്ന് പാരസൈറ്റിസവും. ഇനി ഒരുത്തന് ഗുണം, മറ്റവന് ഗുണവുമില്ല ദോഷവുമില്ല, ദാറ്റ് ഈസ് ന്യൂട്രൽ. ഈ 0 റെപ്രസെന്റ് ചെയ്യുന്ന ന്യൂട്രൽ ഇൻട്രാക്ഷൻ ആണ്, ന്യൂട്രൽ. അത്തരം ഇൻട്രാക്ഷനെ പറയുന്ന പേരാണ് കമൻസലിസം എന്ന് പറയും, കമൻസലിസം. ഇനി ഒരുത്തന് ദോഷം, മറ്റവന് ഗുണവുമില്ല ദോഷവുമില്ല, ദാറ്റ് ഈസ് അമെൻസലിസം. അതിനെ നമ്മൾ എന്ത് വിളിക്കും, അമെൻസലിസം. അപ്പോൾ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ പ്രധാനമായിട്ട് എത്ര ടൈപ്പ്, 6 ടൈപ്പ്. ഏതൊക്കെയാ? ഒന്നാമത്തെ മ്യൂച്വലിസം, സ്പീഷീസ് എക്കും ഗുണം, സ്പീഷീസ് ബിക്കും ഗുണം. കോമ്പറ്റീഷൻ, സ്പീഷീസ് എക്കും ദോഷം, സ്പീഷീസ് ബിക്കും ദോഷം. ഇനി പ്രിഡേഷൻ, സ്പീഷീസ് എക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീഷീസിന് ഗുണം, മറ്റേ സ്പീഷീസിന് ദോഷം. ഇനി പാരസൈറ്റിസോ അതേപോലെ ഏതെങ്കിലും ഒരു സ്പീഷീസിന്, മീൻസ് ഹോസ്റ്റിന് ദോഷവുമാണ്, പാരസൈറ്റിന് ഗുണവുമാണ്. ഇനി കമൻസലിസം ആണെങ്കിൽ ഒരുത്തന് ഗുണം, മറ്റവന് ഗുണവുമില്ല ദോഷവുമില്ല. ഇനി അമെൻസലിസം ആണെങ്കിൽ ഒരുത്തന് ദോഷം, മറ്റവന് ഗുണവുമില്ല ദോഷവുമില്ല. ഇങ്ങനെ 6 ടൈപ്പ് ഇൻട്രാക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഓരോന്നിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ ഏതാ മക്കളെ? പ്രിഡേഷൻ ആണ്. ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ഈസ് നോൺ ആസ് പ്രിഡേഷൻ. പ്രിഡേഷൻ ഇന്ന് എല്ലാ വർഷങ്ങളിലും റെപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിഡേറ്റേഴ്സ് ഇൻ ആൻ ഇക്കോസിസ്റ്റം? ഒരു ഇക്കോസിസ്റ്റത്തിൽ പ്രിഡേറ്റേഴ്സിന് എത്രമാത്രം പങ്കുണ്ട്, അല്ലെങ്കിൽ എന്താണ് അവരുടെ റോള്?
വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രിഡേറ്റേഴ്സ് ഇൻ ആൻ ഇക്കോസിസ്റ്റം? നോക്ക് മകളെ, ഒന്ന്, ഇറ്റ് കൺട്രോൾ പ്രേ പോപ്പുലേഷൻ. ഇത് എന്തിനെ സഹായിക്കും? പ്രേയുടെ പോപ്പുലേഷൻ കുറച്ചു വെക്കാൻ ഹെൽപ്പ് ചെയ്യും. അതിലൂടെ പ്രേ എക്സ്റ്റിങ്ക്റ്റ് ആവത്തില്ല. മീൻസ് ഇപ്പോൾ ഒരു കാട്ടിൽ നിന്ന് ഞാൻ സിംഹങ്ങളെയും പുലികളെയും എല്ലാത്തിനെയും പിടിച്ച് കൊന്നു കളഞ്ഞാൽ അത് ആ ഇക്കോസിസ്റ്റം തകർച്ചയ്ക്ക് കാരണമാവും. എങ്ങനെയാ? നിങ്ങൾ കരുതുമെങ്കിൽ പിന്നെ മാനിൻ്റെ എണ്ണം കൂടുകയില്ലേ? അത് തന്നെ പ്രശ്നം. മാനിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ആ മാനുള്ള പുല്ലെല്ലാം തിന്ന് തീർക്കും. അപ്പം പിന്നെ അവിടെ എന്തില്ലാതാവും? പ്രൊഡ്യൂസർ ഇല്ലാതായ ആ ഇക്കോസിസ്റ്റം തന്നെ എന്താവും? ബാലൻസ് തെറ്റി ഇല്ലാതായി പോകും. അതാ നോക്ക്, ഇറ്റ് ട്രാൻസ്ഫർ എനർജി അക്രോസ് ഡിഫറൻറ്റ് ട്രോഫിക് ലെവൽ. നോക്ക്, ദ എനർജി ട്രാൻസ്ഫേഴ്സ് അക്രോസ് ഡിഫറൻറ്റ് ട്രോഫിക് ലെവൽ. പ്രിഡേറ്ററിന്റെ രണ്ടാമത്തെ ജോലിയാണ് എന്താ? ഒരു ട്രോഫിക് ലെവലിൽ ഇരിക്കുന്ന എനർജി, ഇപ്പം ഞാനൊരു പ്ലാന്റ് എടുത്ത് കഴിച്ചാൽ ആ എനർജി എനിക്ക് കിട്ടി, ആ പ്ലാന്റിൻ്റെ എനർജി എനിക്ക് കിട്ടി. എന്നെ ഒരു പുലി പിടിച്ച് കഴിച്ചാൽ ആ എൻ്റെ എനർജി പുലിക്ക് കിട്ടി. അപ്പം ഇങ്ങനെ ഒരു ട്രോഫിക് ലെവലിൽ നിന്നും എനർജി തൊട്ടടുത്ത ലെവലിലോട്ട് എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. ആരുണ്ടായതുകൊണ്ട്? അത് പ്രിഡേറ്റേഴ്സ് ഉണ്ടായതുകൊണ്ട്. പ്രിഡേറ്റേഴ്സ് ഉണ്ടായതുകൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം, ഇറ്റ് കൺട്രോൾ പ്രേ പോപ്പുലേഷൻ. രണ്ടാമത്തത്, ഇറ്റ് ട്രാൻസ്ഫർ എനർജി അക്രോസ് ഡിഫറൻറ്റ് ട്രോഫിക് ലെവൽ. ഇനി മൂന്ന്, പ്രിഡേറ്റേഴ്സ് മെയിൻറ്റെയിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ കമ്മ്യൂണിറ്റി ബൈ റെഡ്യൂസിങ് കോമ്പറ്റീഷൻ എമംഗ് പ്രേ സ്പീഷീസ്. പ്രേ സ്പീഷീസ് കുറെ പിടിച്ച് തിന്നുന്നത് കൊണ്ട് തന്നെ പ്രേ സ്പീഷീസുകൾക്കിടയ്ക്കുള്ള കോമ്പറ്റീഷൻ കുറയും. അങ്ങനെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂടും. കോമ്പറ്റീഷൻ കുറയുമ്പോൾ നമുക്കറിയാം സ്പീഷീസിന്റെ ഡൈവേഴ്സിറ്റി കൂടും. കാര്യം ഇപ്പം മാനുകൾ ഒരുപാടാകുന്ന സമയത്ത് അവർ ഫുഡിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സ് ഒരുപാട്, ഇപ്പം മാനും മുയലും എല്ലാം കൂടെ റിസോഴ്സസിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യും. എന്നാൽ മുയലിനെ പിടിച്ചൊരു കടുവയും തിന്നുന്നു, മാനിനെ പിടിച്ചൊരു പുലിയും തിന്നുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്ത് ചെയ്യും? കുറയും. അപ്പം മൂന്നാമത്തെ റോള് നോക്കിയേ, പ്രിഡേറ്റേഴ്സ് മെയിൻറ്റെയിൻ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഇൻ എ കമ്മ്യൂണിറ്റി ബൈ റെഡ്യൂസിങ് ദ കോമ്പറ്റീഷൻ എമംഗ് പ്രേ സ്പീഷീസ്. പ്രേ സ്പീഷീസിനിടയ്ക്കുള്ള കോമ്പറ്റീഷൻ കുറച്ചുകൊണ്ട് ഇവൻ എന്ത് ചെയ്യൂടെ? ഒരു ഇക്കോസിസ്റ്റത്തിന്റെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കൂട്ടാൻ സഹായിക്കും. ഇനി 4, ബയോളജിക്കൽ കൺട്രോൾ. ജീവികളുടെ എണ്ണം ഒരു ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും ബയോളജിക്കൽ കൺട്രോൾ. അപ്പോൾ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിഡേറ്റേഴ്സ് ഇൻ ആൻ ഇക്കോസിസ്റ്റം? 1 is control prey population. 2nd is it transfers energy from one trophic level to another trophic level. And the 3rd is predator maintains species diversity of an ecosystem by reducing the competition between prey species. Then biological control. These are the 4 main importance അല്ലെങ്കിൽ 4 main roles of predators in an ecosystem. കണ്ടോ, previous early question ചോദിച്ചിട്ടുണ്ട്. Predation is an interaction which has great significance in the nature. Write down 2 significance of predation. നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും 2 എണ്ണം നിങ്ങൾക്ക് എഴുതിക്കൂടെ? 2 ഇമ്പോർട്ടൻസ് മാത്രമേ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി നോക്ക് മക്കളെ, അടുത്തത് മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ പ്രേ ടു പ്രൊട്ടക്ട് ദംസെൽഫ്. അപ്പൊ പ്രിഡേറ്ററിന് ഇത്ര റോളൊക്കെ ഉണ്ട്. പ്രിഡേറ്റർ പ്രേയെ പിടിച്ച് തിന്നുകയും ചെയ്യും. തിന്നുന്ന ആളാരാണോ അത് പ്രിഡേറ്റർ, തിന്നപ്പെടുന്ന ആളാരാണോ അത് പ്രേ. അപ്പോൾ പ്രേ പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറെ അഡാപ്റ്റേഷൻ കാണിക്കും. ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ പ്രേ ടു പ്രൊട്ടക്ട് ദംസെൽഫ്. അവരെ പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കുറെ അഡാപ്റ്റേഷൻസ് അവർക്കുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ക്യാമോഫ്ലേഗ്. എന്താണ് ക്യാമോഫ്ലേഗ് എന്ന് പറഞ്ഞാൽ? സറൗണ്ടിങ്ങിന്റെ നേച്ചർ കളറൊക്കെ അനുസരിച്ച് സ്വന്തം ബോഡി മാറ്റുക. ഇപ്പം ചില പുൽച്ചാടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഗ്രാസ് സോപ്പർ. ഇതിന് ഏറ്റവും വലിയൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഗ്രാസ് സോപ്പർ. ചില ഗ്രാസ് സോപ്പേഴ്സിനെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കരിയില പോലെ ഇരിക്കുന്ന ഗ്രാസ് സോപ്പർ ഉണ്ട്. കരിയിലയാന്നേ, ഒറ്റ നോർത്ത് നമുക്ക് കരിയിലയാന്നേ പറയുള്ളൂ. അപ്പോൾ ആ കരിയിലയുടെ ഇടയ്ക്ക് ഇത് പോയി ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ക്യാമോഫ്ലേഗ് കാരണം ഇതിന്റെ പ്രിഡേറ്റർക്ക് കാണാൻ പറ്റത്തില്ല. ചിലത് ഇലയുടെ കളറായിരിക്കും, ഇല പോലെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ പച്ച ഇലയുടെ മേളിൽ ആ ഗ്രാസ് ഹോപ്പർ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പ്രിഡേറ്റർക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാൻ പറ്റും. ദിസ് ഈസ് കാൾഡ് ക്യാമോഫ്ലേഗ്. ഇനി മറ്റു ചില ജീവികളാണെങ്കിൽ ദേ ഷോ മിമിക്രി. അപ്പം മിമിക്രി കാണിക്കുന്ന ഇപ്പം ഞാൻ പറയാം. ഇപ്പം മൊണാർക്ക് എന്ന് പറയുന്നൊരു ബട്ടർഫ്ലൈ ഉണ്ട്, മൊണാർക്ക് ബട്ടർഫ്ലൈ. ഈ മൊണാർക്ക് ബട്ടർഫ്ലൈയെ സാധാരണ ഇതിൻ്റെ പ്രിഡേറ്റർ അങ്ങനെ ആക്രമിക്കാൻ ചെല്ലാറില്ല. കാരണം ഇതിൻ്റെ ബോഡിയിൽ നിന്ന് ഒരു ടോക്സിൻ ഉണ്ടാവും. ഇതെന്തുണ്ടാക്കും? ഒരു ടോക്സിൻ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ഈ മൊണാർക്ക് ബട്ടർഫ്ലൈയെ ഇതിൻ്റെ ആക്രമിക്കത്തില്ല. ഇതിൻ്റെ ശത്രു വന്നിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിഡേറ്റർ വന്നിട്ട് ആക്രമിക്കത്തില്ല. എന്നാൽ വേറൊരു ബട്ടർഫ്ലൈ ഉണ്ട്, ദാറ്റ് ഈസ് കാൾഡ് വൈസ്രോയി ബട്ടർഫ്ലൈ. വൈസ്രോയി ബട്ടർഫ്ലൈ. വൈസ്രോയി ബട്ടർഫ്ലൈ. ഈ ബട്ടർഫ്ലൈ എന്ത് ചെയ്യുമെന്നറിയാവോ? ഈവൻ മൊണാർക്കിനെ പോലെ മിമിക്രി ചെയ്യും. മൊണാർക്കിനെ പോലെ ആവും. ദാറ്റ് ലുക്ക് സിമിലർ ടു ദ മൊണാർക്ക് ബട്ടർഫ്ലൈ. മൊണാർക്ക് ബട്ടർഫ്ലൈയെ പോലെ ഇരിക്കും. എന്താണ്, ടോക്സിൻ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല. പക്ഷേ ഇതിൻ്റെ പ്രിഡേറ്റർ കരുതും ഈ വൈസ്രോയി ബട്ടർഫ്ലൈയോ ആരാണെന്ന് കരുതും?
മൊണാർക്കാണെന്ന് കരുതും. അങ്ങനെ അവനെ ആക്രമിക്കാൻ ചെല്ലത്തില്ല. അപ്പം മൊണാർക്ക് ബട്ടർഫ്ലൈ ഓൾറെഡി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ പ്രെഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടും. ഇതിനെ പോലെ തന്നെ അങ്ങ് അതിൻ്റെ കളറും പാറ്റേണും എല്ലാം ഇവനെ പോലെ അങ്ങ് ആക്കും. ആരാ? വൈസ്രോയ് ബട്ടർഫ്ലൈ. അപ്പോൾ വൈസ്രോയ് ബട്ടർഫ്ലൈ ഓൾറെഡി രക്ഷപ്പെട്ടു. അതിൻ്റെ പ്രെഡേറ്റർ എന്താണെന്ന് കരുതും? ഈ വൈസ്രോയെ കണ്ടാലും അവൻ മൊണാർക്ക് ബട്ടർഫ്ലൈ ആണെന്ന് കരുതും. അപ്പോൾ ദിസ് ഈസ് എ മിമിക്രി. ഇതൊരു ടൈപ്പ് മിമിക്രിയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രേയെ സ്വന്തം ജീവനെ രക്ഷിക്കുന്നത് പ്രെഡേറ്ററിൽ നിന്ന്? 1 ക്യാമോഫ്ലേഗ്, 2 മിമിക്രി, 3 കെമിക്കൽ ഡിഫൻസ് ഇൻ ആനിമൽ. ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് മൊണാർക്ക് ബട്ടർഫ്ലൈ. നോക്ക്, മൊണാർക്ക് ബട്ടർഫ്ലൈ ഒരു ടോക്സിൻ ഉണ്ടാക്കും. ടോക്സിൻ ഉണ്ടാക്കുന്ന വഴി അതിനെ ആര് പിടിച്ച് തിന്നത്തില്ല? അതിൻ്റെ പ്രെഡേറ്റർ പിടിച്ച് തിന്നത്തില്ല. കെമിക്കൽ ഡിഫൻസ് ആണിത്. ഇനി കെമിക്കൽ ഡിഫൻസ് ഇൻ പ്ലാന്റിൽ കെമിക്കൽ ഡിഫൻസ് ഉണ്ട്. ഉദാഹരണത്തിന് കോഫി പ്ലാന്റ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു? കഫീൻ. ഒരു കെമിക്കൽ ഡിഫൻസ് ആണ്. ഈ കഫീൻ ഉണ്ടായതുകൊണ്ട് ചില ജീവികൾ ഇതിനെ കൺസ്യൂം ചെയ്യാറില്ല. ഇനി അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പിയം പ്ലാന്റ്, കനാബിസ് ടോക്സിൻസ് ഉണ്ടാക്കുന്ന പ്ലാന്റുകളുണ്ട്. ഇതുപോലെ ഹാലുസിനോജൻസ് ഉണ്ടാക്കുന്ന പ്ലാന്റുകളുണ്ട്, ടോക്സിൻസ് ഉണ്ടാക്കുന്ന പ്ലാന്റുകളുണ്ട്. ഇതെല്ലാം എന്തിനാ? പ്ലാന്റിനകത്ത് വിഷമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഡിഫൻസ് ഫ്രം പ്രെഡേറ്റേഴ്സ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദിസ് ഈസ് കാൾഡ് കെമിക്കൽ ഡിഫൻസ്. അപ്പോൾ പല രീതിയിൽ പ്രേ സ്വന്തം ജീവനെ രക്ഷിക്കാറുണ്ട്. ക്യാമോഫ്ലേഗ്, മിമിക്രി, കെമിക്കൽ ഡിഫൻസ്, അതേപോലെ തന്നെ കെമിക്കൽ ഡിഫൻസ് ഇൻ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ആനിമലിലാണെങ്കിൽ മൊണാർക്ക് ബട്ടർഫ്ലൈ എക്സാമ്പിൾ എഴുതാം. കെമിക്കൽ ഡിഫൻസ് ഇൻ പ്ലാന്റിലാണെങ്കിൽ കോഫി എഴുതാം, ഓപ്പി എഴുതാം, കനാബിസ് എഴുതാം. ഇതെല്ലാം എന്താണ്? എക്സാമ്പിളാണ്. ഓപ്പിയോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. കനാബിനോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. കഞ്ചാവ് ചെടി എന്തിനാണ് അതിനകത്ത് ആ ഹാലുസിനോജനിക് പ്രോപ്പർട്ടിയുള്ള സബ്സ്റ്റൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൽക്കലോയിഡ് ആയിട്ടുള്ള ആ സബ്സ്റ്റൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തിനാ? അതിൻ്റെ കെമിക്കൽ ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. വേറെ ജീവികൾ അതിനെ എടുത്ത് കഴിക്കുമ്പോൾ അതിനൊരു ഹാലുസിനേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ജീവി പിന്നെ ഇതിനെ കഴിക്കാൻ വരത്തില്ല. ഹെർബിവോറുകൾ ഇതിനെ കഴിക്കാൻ വരത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് കെമിക്കൽ ഡിഫൻസ്. ഓക്കെ മക്കളെ, ഇനി അടുത്തതാണ് കോമ്പറ്റീഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കാരണം ഇതിൽ നിന്ന് കുറച്ച് കൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യങ്ങൾ പരീക്ഷ ഓൾറെഡി ഡിഫിക്കൽട്ട് ആക്കണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ പറയുന്ന പോപ്പുലേഷൻ ഇൻട്രാക്ഷനിലെ കോമ്പറ്റീഷൻ. മക്കളെ, പ്രധാനമായിട്ടും ഇക്കോസിസ്റ്റത്തിൽ 2 തരം കോമ്പറ്റീഷൻ ഉണ്ട്. ഓൾറെഡി പ്രിഡേഷൻ പഠിച്ചു കഴിഞ്ഞല്ലോ. അതിനകത്ത് നിന്ന് മെയിനായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളും പറഞ്ഞല്ലോ. ഇനി കോമ്പറ്റീഷൻ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷനും മറ്റൊന്ന് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷനും. ഏതൊക്കെയാണ് മക്കളെ? ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷനും ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷനും. എന്താണ് ഈ ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ? നോക്ക്, കോമ്പറ്റീഷൻ ബിറ്റ്വീൻ സെയിം സ്പീഷീസ്, ഒരേ സ്പീഷീസിന് ഇടയ്ക്ക് നടക്കുന്ന കോമ്പറ്റീഷൻ. ഇപ്പൊ കുറെ പശുക്കൾ നിൽക്കുന്നു, പുല്ലിന് വേണ്ടി അവർ കോമ്പീറ്റ് ചെയ്യുന്നു. എല്ലാ പശുക്കളാണ്, ഒരേ സ്പീഷീസാണ്. മനുഷ്യൻ ഫുഡിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നു. എല്ലാവരും മനുഷ്യരാണ്. അപ്പം that is called intra-specific competition. എന്നാൽ the second is inter-specific competition. എന്താ മക്കളെ? The competition between different species. ഈ ഒരു ഇക്കോസിസ്റ്റത്തിലെ ഡിഫറൻറ്റ് സ്പീഷീസുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കോമ്പറ്റീഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. നോക്ക്, കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഡിഫറൻറ്റ് സ്പീഷീസ്. ഇപ്പോൾ പശുവും ആടും കൂടെ കോമ്പീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ 2 ജീവികൾ, ഇപ്പോൾ ആംബിങ്ടൺ ടോർട്ടോയ്സും ഗോട്ടും കൂടെ കോമ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ എക്സാമ്പിളാണ്. ഇനി ഇറ്റ് ഈസ് ദ പൊട്ടന്റ് ഫോഴ്സ് ഫോർ എവല്യൂഷൻ. എവല്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു പൊട്ടന്റ് ഫോഴ്സ് ആണ് ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ. നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഒരു ജീവി ഓവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സ്പീഷീസുകൾ തമ്മിൽ കോമ്പീറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ദ പൊട്ടന്റ് ഫോഴ്സ് ഓഫ് എവല്യൂഷൻ. ആര് പറഞ്ഞതാണ്? ഡാർവിൻ പറഞ്ഞതാണ് അല്ലേ? അപ്പോൾ ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഈസ് ദ പൊട്ടന്റ് ഫോഴ്സ് ഓഫ് എവല്യൂഷൻ, നോട്ട് ദ ഇൻട്രാ സ്പെസിഫിക്. ഇൻട്രാ സ്പെസിഫിക് അല്ല, ഇന്റർ സ്പെസിഫിക് ആണ് എവല്യൂഷന് കാരണമാകുന്നത്. ഇനി നോക്കിയേ ഫോംസ് ഓഫ് കോമ്പറ്റീഷൻ പ്രധാനമായിട്ട് മക്കളെ 2 രീതിയിലുണ്ട്. ഒന്നാണ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ, രണ്ടാമത്തതാണ് കോമ്പറ്റേറ്റീവ് കോ എക്സിസ്റ്റൻസ്. കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷനും കോമ്പറ്റേറ്റീവ് കോ എക്സിസ്റ്റൻസും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ബെഞ്ചിലിരിക്കുന്ന എൻ്റെ കൂട്ടുകാരൻ, ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. ഞങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അവൻ എൻ്റെ അടുത്തിരിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല. അവനെ എങ്ങനെയെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യണം, അവനെ അവിടുന്ന് ഒഴിവാക്കണം. അതാണ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ. അവൻ്റെ രീതികളോടൊന്നും എനിക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല, അവനുമായിട്ട് എനിക്ക് ഒന്നും ഷെയർ ചെയ്യുന്ന ഇഷ്ടമല്ല, അവനെ അവിടുന്ന് മാറ്റണം.
ദിസ് ഈസ് കാൾഡ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ. എന്നാൽ നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലേ. നമ്മൾ കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുമായിട്ട് നമുക്ക് നന്നായിട്ട് പഠിക്കണോ, നമുക്ക് നല്ല മാർക്ക് കിട്ടണോ എന്നൊക്കെ ആഗ്രഹമൊക്കെ നമുക്കുണ്ട്. പക്ഷെ അത് കോമ്പറ്റേറ്റീവ് കോ എക്സിസ്റ്റൻസ് ആണ് നമുക്ക്. എന്ന് വെച്ചാൽ നമ്മൾ അവനെ ഒഴിവാക്കണമെന്നൊന്നും ചിന്തിക്കുന്നില്ല, അവനവിടെ ഇരുന്നോട്ടെ. പക്ഷെ നമ്മൾ നമ്മുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു, അവൻ അവൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇനി അവന് കുറച്ച് സ്പേസ് വേണം, കൂടുതൽ വെച്ച് എഴുതാനൊക്കെ സ്പേസ് ഉണ്ട്, നമ്മൾ ഇത്തിരി ഇങ്ങോട്ട് മാറിയിരുന്നു കൊടുക്കുന്നു. നമുക്ക് കൂടുതൽ സ്പേസ് വേണ്ടപ്പോൾ അവനൊരു ഇത്തിരി മാറിയിരുന്നായിരുന്നു. നമ്മുടെ റിസോഴ്സസ് അവനുമായിട്ട് ഷെയർ ചെയ്യുന്നു. കണ്ടോ, റിസോഴ്സ് പാർട്ടീഷനിങ്. അപ്പൊ ജീവികൾ പ്രധാനമായിട്ട് രണ്ട് രീതിയിലുള്ള കോമ്പറ്റീഷൻ ഫോംസ് കാണിക്കാറുണ്ട്. ഒന്ന് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ, അവനെ ഇഷ്ടമല്ല അവനെ ഒഴിവാക്കണം എന്ന് പറയുന്ന കോമ്പറ്റീഷൻ. രണ്ട് കോമ്പറ്റേറ്റീവ് കോ എക്സിസ്റ്റൻസ്, നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട് പക്ഷേ നമ്മൾ റിസോഴ്സ് പാർട്ടീഷനിങ്ങിലൂടെ ഒരുമിച്ച് ജീവിക്കും എന്ന് പറയുന്ന കോമ്പറ്റീഷൻ, ദാറ്റ് ഈസ് കോമ്പറ്റേറ്റീവ് കോ എക്സിസ്റ്റൻസ്. ഇനി ഈ കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്ന ആളാണ് ഗോസസ്. അപ്പൊ അതേ ഒരു പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതുപോലെ പഠിച്ചോണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്തോ മക്കളെ പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റിംഗ് ഫോർ ദ സെയിം റിസോഴ്സ്. ഒരേ റിസോഴ്സിന് വേണ്ടി പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്ന സ്പീഷീസുകൾ, റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ, ദേ കനോട്ട് കോ എക്സിസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി. അവർക്ക് കുറേ കാലം അങ്ങനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ആൻഡ് കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ വൺ വിൽ ബി എലിമിനേറ്റഡ് ഇവൻച്വലി. അതിനകത്തൊരു കോമ്പറ്റേറ്റീവ് സുപ്പീരിയർ വണ്ണും കാണും, ഒരു ഇൻഫീരിയർ വണ്ണും കാണും. അതിൽ ആ ഇൻഫീരിയർ വൺ വിൽ ബി എലിമിനേറ്റഡ്. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പുസ്തകത്തിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ട് രണ്ട് ബർണക്കിൾസിനെ നോക്കിയാൽ രണ്ട് തരം ബർണക്കിളുകൾ ഉണ്ടായിരുന്നു കടലിൽ. ഇന്റർടൈഡൽ ഏരിയയിൽ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ഈ ബർണക്കിൾസ്. അപ്പോൾ അതിലൊന്നാണ് ബലാനസ്, മറ്റൊന്നാണ് കതലാമസ്. ഈ ഇവരുടെ ഫീഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഈ ബലാനസ് കുറച്ച് സുപ്പീരിയർ ഫീഡിങ് ആണ്, എന്നാൽ ചതലാമസ് ആണെങ്കിൽ ഇൻഫീരിയർ ആണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ബലാനസ് ആരെ ഒഴിവാക്കി കളയും? ഈ ചതലാമസിനെ ഒഴിവാക്കി കളയും. കണ്ടോ, ഇത് ഒരു കോമ്പറ്റീഷനാണ്. പക്ഷെ കോമ്പറ്റീഷനിലൂടെ അവർ ഒരുമിച്ച് ജീവിക്കുകയാണോ ചെയ്തത്? അല്ല. കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ വൺ എന്ത് ചെയ്തു? സർവൈവ് ചെയ്തു. കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ വൺ എന്തായി? എലിമിനേറ്റഡ് ആയി. വേറൊന്നാണ് ഗാലപ്പഗോസ് ഐലൻഡിലെ ആംബിങ്ടൺ ടോർട്ടോയിസും ഗോട്ടും. ഈ ഗോട്ട് കുറച്ച് ഫീഡിങ്ങിൽ കുറച്ച് സുപ്പീരിയർ ആണ്, എന്നാൽ ആംബിങ്ടൺ ടോർട്ടോയിസ് അത്ര സുപ്പീരിയർ അല്ല. അപ്പൊ എന്ത് ചെയ്യും? ആംബിങ്ടൺ ടോർട്ടോയിസ് പരാജയപ്പെടും, അവൻ എലിമിനേറ്റഡ് ആയി. ആ ദ്വീപിൽ നിന്ന്, ആ ഐലൻഡിൽ നിന്ന് തന്നെ എലിമിനേറ്റഡ് ആയി. പകരം ഗോട്ട് സർവൈവ് ചെയ്തു. കേട്ടോ, അപ്പൊ കോമ്പറ്റേറ്റീവ്ലി സുപ്പീരിയർ വൺ വിൽ ബി സർവൈവ്ഡ് ആൻഡ് കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ വൺ വിൽ ബി എലിമിനേറ്റഡ്. അപ്പൊ ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? രണ്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ സെയിം റിസോഴ്സിന് വേണ്ടിയിട്ട് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ അധികകാലം കോ എക്സിസ്റ്റ് ചെയ്യത്തില്ല, അധികകാലം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. ദ കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ വൺ വിൽ ബി എലിമിനേറ്റഡ് ഇവൻച്വലി. കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ ആയിട്ടുള്ളവൻ അവിടെ നിന്ന് എന്ത് ചെയ്യപ്പെടും? എലിമിനേറ്റ് ചെയ്യപ്പെടും. ദിസ് ഈസ് കാൾഡ് ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇതുപോലെ തന്നെ പഠിച്ചോണം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടു ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് കോമ്പീറ്റിംഗ് ഫോർ ദ സെയിം റിസോഴ്സസ് കനോട്ട് കോ എക്സിസ്റ്റ് ഇൻഡെഫിനിറ്റ്ലി ആൻഡ് കോമ്പറ്റേറ്റീവ്ലി ഇൻഫീരിയർ വൺ വിൽ ബി എലിമിനേറ്റഡ് ഇവൻച്വലി. ദിസ് ഈസ് കാൾഡ് ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇനി അടുത്ത പറയുന്നുണ്ട്, എന്താ മക്കളെ? കോമ്പറ്റേറ്റീവ് കോ എക്സിസ്റ്റൻസ്. രണ്ട് ജീവികൾ തമ്മിൽ എന്തുണ്ടേ? കോമ്പറ്റീഷൻ ഉണ്ട്, പക്ഷെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും. ഒരുത്തനെ അങ്ങനെ എലിമിനേറ്റ് ഒന്നും ചെയ്ത് കളയത്തില്ല. ത്രൂ റിസോഴ്സ് പാർട്ടീഷനിങ്. അവിടെ ജീവികൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് റിസോഴ്സ് പാർട്ടീഷനിങ്. അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അടുത്തവനുമായിട്ട് പാർട്ടീഷൻ ചെയ്യുക, പകത്ത് കൊടുക്കുക, വിഭജിച്ചു കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബൈ ചൂസിങ് ഡിഫറെൻറ്റ് ടൈം ആൻഡ് ഫൊറേജിങ് പാറ്റേൺ. നോക്ക്, അവരുടെ ഫൊറേജിങ് പാറ്റേൺ അവർ ഡിഫറൻസ് കാണിക്കുക. ഒരുത്തൻ ഫീഡ് ചെയ്യുന്ന ടൈമിൽ മറ്റൊരുത്തൻ ഫീഡ് ചെയ്യാതിരിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ നായ്ക്കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരാൾ ചിലപ്പോൾ ഇനി മാറി നിൽക്കും. രണ്ടുപേരും കൂടെ കിടന്ന് തല്ലുകൂടാതെ ഒരുത്തനിക്ക് മാറി നിൽക്കും, അവൻ കഴിച്ച് കഴിയട്ടെ. ആ കഴിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്ത് വിചാരിക്കും? ഓക്കെ, ഞാൻ കഴിച്ചു, എനിക്ക് ഓക്കെ ആയി, ഇനി അടുത്തവൻ കഴിക്കട്ടെ. ഇങ്ങനെ നമ്മൾ വിചാരിക്കും. ദിസ് ഈസ് കാൾഡ് കോമ്പറ്റേറ്റീവ് കോ എക്സിസ്റ്റൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഓഫ് വാർബ്ലസ് in Darwin finches on Galapagos Island. കണ്ടോ, ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് വാർബ്ലർ ആൻഡ് ഡാർവിൻ ഫിഞ്ചസ്. ഇവർ രണ്ടും ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ജീവികളാണ്.
ഇവരവരുടെ ഫൊറേജിങ് പാറ്റേൺ ഡിഫറൻ്റ് ആക്കിയും അവരുടെ ഫീഡിങ് ടൈം ഡിഫറൻ്റ് ആക്കിയൊക്കെ എന്ത് ചെയ്യും, അവർ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കും. ദിസ് ഈസ് കാൾഡ് കോമ്പറ്റേറ്റീവ് കോ എക്സിസ്റ്റൻസ്, അഥവാ ഇതിനെ നമ്മൾ റിസോഴ്സ് പാർട്ടീഷനിങ് എന്നും കൂടെ പറയാറുണ്ട്. റിസോഴ്സ് പാർട്ടീഷനിങ് ഫോർ എക്സാമ്പിൾ ക്ലോസ്ലി റിലേറ്റഡ്. അപ്പം വാർബ്ലേഴ്സും ഡാർവിൻ ഫിഞ്ചസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയുള്ള റിലേഷൻഷിപ്പാ? റിസോഴ്സ് പാർട്ടീഷനിങ് റിലേഷൻഷിപ്പാണ്, അഥവാ കോമ്പറ്റേറ്റീവ് കോ എക്സിസ്റ്റൻസ് ആണ്. എഴുതിക്കോണേ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷന് എക്സാമ്പിൾ ആണ് ആരൊക്കെ? ബർണക്കിൾസ്, ബലാനസ് കദലാമസ് പോലുള്ള ബർണക്കിൾസ്, അതേപോലെ ആംപിങ്ടൺ ടോട്ടോയിസും ഗോട്ടും. ഓക്കെ മക്കളെ, ഇനി നെക്സ്റ്റ് ഈസ് കണ്ടോ 2024 മോഡലിലെ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഡിഫൈൻ ഗോസസ് കോമ്പറ്റേറ്റീവ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒരു ക്വസ്റ്റൻ ആയിരുന്നു. അതുകൊണ്ടാണ് സാറാ പ്രിൻസിപ്പിൾ അതേപോലെ തന്നെ പഠിപ്പിച്ചത്. ഓക്കെ, ഇനി നോക്കൂ, ദാറ്റ് ഈസ് ദ കമൻസലിസം. എന്താ മക്കളെ കമൻസലിസത്തിന്റെ പ്രത്യേകത? ഒരു ജീവിക്ക് ഗുണമാണ്, ഒരു ജീവിക്ക് ബെനിഫിഷ്യൽ ആണ്, മറ്റേ ജീവിക്ക് ഗുണവുമില്ല ദോഷവുമില്ല, ന്യൂട്രൽ എഫക്റ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട് ഓർക്കിഡ്സ് ആൻഡ് മാംഗോ ട്രീ. ഓർക്കിഡുകൾ മാംഗോ ട്രീയുടെ മുകളിൽ വളരാറുണ്ട് എപ്പിഫൈറ്റ് ആയിട്ട്. എപ്പിഫൈറ്റ് എന്ന് പറഞ്ഞാൽ സർഫസ്, അതായത് അവർക്ക് ജീവിക്കാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ വേണ്ടി ഒരു സ്പേസ് വേണം, അതിനുവേണ്ടി മാംഗോ ട്രീയിൽ ഇരിക്കുന്നു. അല്ലാതെ മാംഗോ ട്രീയുടെ കയ്യിൽ നിന്ന് ഒരു സാധനം അവരെന്ത് ചെയ്യുന്നില്ല, വാങ്ങുന്നില്ല. ദിസ് ഈസ് കോൾഡ്, കണ്ട, ദിസ് ഈസ് ആൻ ഇൻട്രാക്ഷൻ. ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ത് ഇൻട്രാക്ഷൻ ആണ്? കമൻസലിസം ആണ്. ദാറ്റ് ഈസ് കോൾഡ് കമൻസലിസം. ഇനി അടുത്ത ബർണക്കിൾ ആൻഡ് വെയിൽസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കദലാമസ് പോലുള്ള ബർണക്കിൾ. അപ്പൊ ഈ ബർണക്കിൾ വെയിലിന്റെ ബോഡിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ട്. കണ്ടോ, തിമിംഗലത്തിന്റെ ബോഡിയിൽ കണ്ട ബർണക്കിൾ ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ട്. അപ്പൊ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ പറയുന്ന ബർണക്കിളിന്റെ ബോഡിയിൽ, വെയിലിന്റെ ബോഡിയിൽ ഇരിക്കുന്നു. വെയിലിന് അതുകൊണ്ട് ഗുണവും ഇല്ല ദോഷവും ഇല്ല, എന്നാൽ ബർണക്കിളിന് ഗുണമാണ്. ഇനി അടുത്തത് നോക്കിയേ, ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമൽ. ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമൽ, അതാണ്ട ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതാണ്ട് ഇതാണ് ക്ലൗൺ ഫിഷ്, ഇതാണ് സീ അനിമൽ. അപ്പൊ ഈ സീ അനിമലിന് നമുക്കറിയാം അതൊരു സീലൻഡ്രേറ്റ ആണ്. സീ അനിമണിന്റെ ടെൻഡക്കിൾസിന്റെ അറ്റത്ത് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾസ് ഉണ്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? നിഡോബ്ലാസ്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ഇതിനെ ജീവിയൊക്കെ പേടിയാണ്, കാരണം ഇതിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സ്റ്റിങ് ചെയ്യും, ഇത് കൊത്തും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഇതിന്റെ ടെൻഡക്കിളൊക്കെ വീശി ഇങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മുടെ ക്ലൗൺ ഫിഷ്, പാവം ക്ലൗൺ ഫിഷിന് പ്രിഡേറ്റേഴ്സിനെ ഭയങ്കര പേടിയാണ്. അത് പോയി ആരുടെ അടുത്തിരിക്കും? സീ അനിമണിന്റെ അടുത്തിരിക്കും. അപ്പൊ സീ അനിമണിന് ക്ലൗൺ ഫിഷ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഗുണവും ഇല്ല ദോഷവും ഇല്ല. ദെയർ വിൽ ബി നോ എഫക്ട് ഓൺ സീ അനിമൺ, ബട്ട് the clownfish is protected from their predators. Clownfish അതിന്റെ predators നിന്ന് പ്രൊട്ടക്റ്റഡ് ആവും. കാരണം എന്താ? The stinging tentacles of the sea animal make fear to the predator. Predatorന് ഇത് എന്തുണ്ടാക്കും? ഭയം ഉണ്ടാക്കും. എന്തുവാ? ഈ സ്റ്റിങ്ങിങ് ടെൻഡക്കിൾസ്. അപ്പൊ അതിന്റെ അടിയിലിരിക്കുന്ന ക്ലൗൺ ഫിഷ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, കാറ്റിൽ, ഇഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ. പുല്ല് തിന്നുന്ന പശുവും അതിനടുത്തിരിക്കുന്ന കൊക്കും. ഈ പശുവിന്റെ മുകളിൽ കയറി ചിലപ്പോൾ കൊക്കിങ്ങനെ ഇരിക്കും. അപ്പൊ പശു പുല്ല് തിന്നുന്ന സമയത്ത് പുല്ലിന്റെ ഇടയ്ക്ക് നിന്ന് എന്ത് പറന്നു പോകും? പൂമ്പാറ്റകളും ഈ ഗ്രാസ് ഹോപ്പേഴ്സും ഒക്കെ പറന്നു പോകും. ഇതിനെ ആര് കൊത്തി തിന്നും? ഈ പറയുന്ന കൊക്ക് കൊത്തി തിന്നും. പശുവിന് ഇതിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഗുണവും ദോഷവും വല്ലതും ഉണ്ടോ? ഒരു ഗുണവും ഇല്ല ദോഷവും ഇല്ല, അതതിന്റെ പുറത്തിരിക്കുന്നു. എന്നാൽ പശുവിനെ കൊണ്ട് ഇതിന് ഗുണമുണ്ട്. എന്താ കാര്യം? പശു പുല്ല് തിന്നുന്ന സമയത്ത് പറന്നുയരുന്ന ഗ്രാസ് ഹോപ്പേഴ്സിനെ ആർക്കെടുത്ത് കഴിക്കാം? ഇഗ്രറ്റിനെടുത്ത് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കമൻസലിസത്തിന്റെ ഈ 4 എക്സാമ്പിളുകൾ ഓർത്തിരിക്കണം. ഓർക്കിഡ് ആൻഡ് മാംഗോ ട്രീ, ഇവിടെ സ്പേസിന് വേണ്ടി മാത്രമാണ് മാംഗോ ട്രീയെ ഓർക്കിഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ബർണക്കിൾസ് ആൻഡ് വെയിൽ, വെയിലിന്റെ ബോഡിയിൽ ഇരിക്കുന്ന ബർണക്കിൾ. അതേപോലെ ക്ലൗൺ ഫിഷ് ആൻഡ് സീ അനിമൺ, ക്ലൗൺ ഫിഷും സീ അനിമണും. അതേപോലെ കാറ്റിൽ, ഇഗ്രറ്റ് ആൻഡ് ഗ്രേസിംഗ് കാറ്റിൽ. ദീസ് ആർ ദ 4 types of commensalism mentioned in the textbook. ടെക്സ്റ്റ് ബുക്കിൽ ഈ 4 ടൈപ്പേ പറയുന്നുള്ളൂ. ഇനി നോക്കൂ അടുത്തത്, നെക്സ്റ്റ് ഈസ് മ്യൂച്വലിസം. മ്യൂച്വലിസത്തിൽ നമുക്കറിയാം ബോത്ത് ദ സ്പീഷീസസ് ആർ ബെനിഫിറ്റഡ്. 2 സ്പീഷീസുകളും എന്താവും? ബെനിഫിറ്റഡ് ആവും. 2 സ്പീഷീസുകളും ബെനിഫിറ്റഡ് ആവും. നോക്ക്, ലൈക്കൺ ഒരു എക്സാമ്പിൾ ആണ്. ലൈക്കണിൽ നമുക്കറിയാം 2 പാർട്ട്നേഴ്സ് ഉണ്ട്. ഒരു ആൽഗൽ പാർട്ട്ണറും ഉണ്ട്. ആൽഗൽ പാർട്ട്ണറിനെ നമ്മൾ എന്ത് വിളിക്കും ഇവിടെ? ആൽഗൽ പാർട്ട്ണർ ഈസ് കാൾഡ് ഫൈക്കോബയോണ്ട്. And the fungal partner is called mycobiote. നമുക്ക് ഫൈക്കോബയോണ്ട് പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദ മൈക്കോബയോൺ അല്ലെ. ആൽഗെ ഫംഗസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ഫംഗസ് ആണെങ്കിലോ തിരിച്ച് ഫംഗസ് പ്രൊവൈഡ് ഷെൽട്ടർ ആൻഡ് ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് അല്ലെ. ഇത് രണ്ടും പ്രൊവൈഡ് ചെയ്യും. മൈക്കോറൈസ ആണെങ്കിൽ എന്തുവാണ് മൈക്കോറൈസ? ഇറ്റ് ഈസ് ദ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. കണ്ടില്ലേ? ഇവിടെ ആണെങ്കിൽ ഫംഗസിന് ഈ പ്ലാന്റ് എന്ത് കൊടുക്കും? ഫുഡ് കൊടുക്കും. തിരിച്ച് ഫംഗസ് എന്ത് പ്രൊവൈഡ് ചെയ്യും? ഹെൽപ്സ് ഇൻ ദ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ രണ്ടും എന്താണ്? മ്യൂച്വലി ബെനിഫിറ്റഡ് ആണ്. ഇനി അടുത്തത്
പ്ലാന്റ് പോളിനേറ്റർ റിലേഷൻഷിപ്പ്, പ്ലാന്റും പോളിനേറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. എന്തുവാ? പ്ലാന്റിൽ നിന്ന് പൂമ്പാറ്റയ്ക്ക് എന്ത് കിട്ടും? നെക്ടറും പോളനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അതുപോലെ തന്നെ പൂവ് പോളിനേറ്റഡ് ആവും. ശരിയല്ലേ? ഫ്ലോറൽ റിവാർഡ്സ് എന്ന് പറയും. ഇവിടെ ഫ്ലവർ ഈ പറയുന്ന ബീക്ക് അല്ലെങ്കിൽ ഇൻസെക്റ്റിന് കൊടുക്കുന്ന റിവാർഡുകൾ, ഗിഫ്റ്റുകൾ, അതിനെ നമ്മൾ ഫ്ലോറൽ റിവാർഡ്സ് എന്ന് വിളിക്കും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, വിച്ച് ആർ ദ ഫ്ലോറൽ റിവാർഡ്സ്? എന്തൊക്കെയാണ് ഒരു ഫ്ലവർ ഒരു ഇൻസെക്റ്റിന് കൊടുക്കുന്ന റിവാർഡുകൾ? ഫ്ലോറൽ റിവാർഡുകൾ ഏതൊക്കെയാണ്? ഒന്ന് നെക്ടർ, തേൻ. ഒന്ന് നെക്ടറാണ്, മറ്റൊന്ന് പോളൻ ഗ്രെയിൻസ് ആണ്. കഴിക്കാൻ വേണ്ടി പോളൻ ഗ്രെയിൻസ് കൊടുക്കും, പോളൻ ഗ്രെയിൻസ്. മറ്റൊന്നാണ് സേഫ് പ്ലേസ് ടു ലേ എഗ്, സേഫ് പ്ലേസ് ടു ലേ എഗ്, ലേ എഗ്. എഗ് ലേ ചെയ്യാൻ വേണ്ടി സേഫ് പ്ലേസ് കൊടുക്കും. നമ്മൾ ഓൾറെഡി ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ച അല്ലേ? യൂക്ക പ്ലാന്റും മോത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫിഗ് ട്രീയും വാസ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ സേഫ് ആയിട്ട് എഗ് ലേ ചെയ്യാനുള്ള സ്ഥലം കൊടുക്കും. ദിസ് ഈസ് ഫ്ലോറൽ റിവാർഡ്സ്. ഇതാണ് ഫ്ലോറൽ റിവാർഡുകൾ. ഇനി അടുത്ത നോക്കൂ മക്കളെ, അടുത്ത നോക്കൂ. കോ എവല്യൂഷൻ. കോ എവല്യൂഷൻ എന്താണ്? കോ എവല്യൂഷൻ, ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഇവോൾവ് ടുഗദർ. ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ഇവോൾവ് ടുഗദർ. അതായത് നല്ല റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ പരസ്പരം ഒരുമിച്ച് എവല്യൂഷൻ സംഭവിക്കത്തുള്ളൂ. ഇനി നിങ്ങളിപ്പോൾ ഈ പുസ്തകത്തിലെ എക്സാമ്പിൾ എല്ലാം മറന്നേക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പം കാക്കയുടെ കൂട്ടിലാണല്ലോ കുയിൽ മുട്ടയിടുന്നത്. കാരണം എന്താ? കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിട്ടാലും കാക്കയ്ക്ക് ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാര്യം കുയിലിൻ്റെ മുട്ടയ്ക്കും കാക്കയുടെ മുട്ടയ്ക്കും ഒരേ കളറാണ്, ഒരേ സൈസുമാണ്. ഇനി കാലാന്തരത്തിൽ കാക്കയ്ക്ക് ഒരു എവല്യൂഷൻ വരുന്നു. കാക്കയുടെ മുട്ട കറുത്തു പോകുന്നു എന്നിരിക്കട്ടെ. കുയിലിൻ്റെ മുട്ട വെളുത്തിരുന്നാൽ പറ്റുമോ? പറ്റത്തില്ല. കാര്യം കുയിലിൻ്റെ മുട്ട പെട്ടെന്ന് ആർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും? കാക്കയ്ക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേച്ചർ ഒരു പരിപാടി ചെയ്യും. കാക്കയുടെ മുട്ട കറുപ്പിച്ചാൽ കുയിലിൻ്റെ മുട്ടയും കറുപ്പിക്കും. എന്ന് വെച്ചാൽ നേച്ചറിനൊരു കാര്യം അറിയാം, അവർ പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്പീഷീസുകളാണ്, കാക്കയും കുയിലും. കാര്യം കാക്കയുടെ കൂട്ടിലാണ് കുയിൽ മുട്ട ഇടുന്നതെന്ന് നേച്ചറിന് മുമ്പേ അറിയാം, പ്രകൃതിക്ക് മുമ്പേ അറിയാം. അപ്പൊ കാക്കയ്ക്ക് എന്ത് എവല്യൂഷൻ വരുത്തുന്നോ അതേ എവല്യൂഷൻ ആർക്കും വരുത്തും? കുയിലിനും വരുത്തും. ദിസ് ഈസ് കോ എവല്യൂഷൻ. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് കോ എവല്യൂഷൻ. അപ്പോ ദ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസസ് ഇവോൾവ് ടുഗദർ ആൻഡ് ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് കോ എവല്യൂഷൻ. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് കോ എവല്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ഫിഗ് ട്രീ ആൻഡ് വാസ്പ്. ഫിഗ് ട്രീയും വാസ്പും നമുക്കറിയാം. വാസ്പ് അതിന്റെ എഗ് ലേ ചെയ്യുന്നത് ആരുടെ ഉള്ളിലാ? ഫിഗിന്റെ ഫ്ലവറിന്റെ ഓവറിയുടെ ഉള്ളിലാണ്, ലോക്യൂൾസിന്റെ ഉള്ളിലാണ്. ഈ പറയുന്ന ലാർവ പുറത്തേക്ക് വന്നാൽ മാത്രമേ ഫിഗ് ട്രീയുടെ സീഡ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ഫിഗ് ട്രീയും വാസ്പും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നെക്സ്റ്റ്, യൂക്ക പ്ലാന്റും പ്രൊന്യൂബ മോത്തും പഠിച്ചതാണ് നമ്മൾ. യൂക്ക പ്ലാന്റിനകത്ത് പോളിനേഷൻ ചെയ്യാൻ ആരെ കൊണ്ടേ പറ്റൂ? പ്രൊന്യൂബ മോത്തിനെ കൊണ്ടേ പറ്റൂ. തിരിച്ച് പ്രൊന്യൂബ മോത്ത് എവിടെ എഗ് ലേ ചെയ്യത്തുള്ളൂ? യൂക്ക പ്ലാന്റിന്റെ ഉള്ളിലേ എഗ് ലേ ചെയ്യുള്ളൂ. പഠിച്ചതല്ലേടാ നമ്മള്? ആണ്. ഇനി അതുപോലെ മൊണാർക്ക്, കോൽപ്പ ബി ആൻഡ് ഒഫ്രിസ് ഓർക്കിഡ്. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ്. നോക്കട്ടെ, കോൽപ്പ ബിയും ഒഫ്രിസ് ഓർക്കിഡും. ഈ ഒഫ്രിസ് ഓർക്കിഡിന്റെ ഒരു പെറ്റല് കണ്ടാൽ, കണ്ടോ, ഒഫ്രിസ് ഓർക്കിഡിന്റെ ഫ്ലവറിന്റെ ഒരു പെറ്റല് കണ്ടാൽ നമ്മുടെ കോൽപ്പ ബിയുടെ ഫീമെയിലിനെ പോലെ ഇരിക്കും. കണ്ട, ഒഫ്രിസ് ഓർക്കിഡ് പ്ലാന്റിന്റെ പൂവിന്റെ ഒരു പെറ്റല് കണ്ടാൽ ആരെ പോലെ ഇരിക്കൂടാ? നമ്മുടെ കോൽപ്പ ബിയെ പോലെ ഇരിക്കും. കോൽപ്പ ബിയുടെ ഫീമെയിലിനെ പോലെ ഇരിക്കും. അപ്പൊ കോൽപ്പ ബിയുടെ മെയില് കരുതും ഇത് അതിന്റെ ഫീമെയിലാണ്. എന്നിട്ട് ഓടിപ്പോയി ഈ പൂവിനകത്ത് പറ്റിയിരിക്കും. എന്നിട്ട് കോപ്പുലേറ്റ് ചെയ്യും, ഇണചേരും. പക്ഷെ അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് ഇത് എന്താണ്? ഇത് അതിന്റെ ഫീമെയിൽ അല്ല, ഇത് ഒരു ഫ്ലവർ ആണ് എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ആ ഫ്ലവർ ഇന്ന് പറന്നു പോകും. പക്ഷെ ഫ്ലവറിന് പോളിനേഷൻ നടന്നു. കാരണം എന്താ? ഈ കോൽപ്പാബിയുടെ ദേഹത്ത് ഇപ്പൊ എന്ത് പറ്റി? പോളൻ ഗ്രെയിൻസ് പറ്റി. ഇനി വേറൊരു ഫ്ലവർ കാണുമ്പോൾ ഈ കോൽപ്പാബി വീണ്ടും അതിൽ പോയി പറ്റിയിരുന്ന് കോപ്പുലേറ്റ് ചെയ്യും. ഇതിനെ നമ്മൾ സ്യൂഡോ കോപ്പുലേഷൻ എന്ന് വിളിക്കും. കണ്ടോ, സ്യൂഡോ കോപ്പുലേഷനിൽ ഏർപ്പെടും. ഇതിനെ നമ്മൾ സെക്ഷൽ മിമിക്രി അല്ലെങ്കിൽ സെക്ഷൽ ഡിസീറ്റ് എന്ന് പറയപ്പെടും. സെക്ഷൽ ഡിസീറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. സെക്ഷൽ ഡിസീറ്റ് കണ്ടോ? അതിലൂടെ ഈ പ്ലാന്റ് പോളിനേറ്റ് ചെയ്യപ്പെടുന്നു. കണ്ടോ, എവല്യൂഷനാണ്. അപ്പൊ ഈ ഇന്നൊരു കണ്ണും ഒന്നുമില്ലാത്ത പ്ലാന്റിന് എങ്ങനെ അറിയാൻ പറ്റി കോൽപ്പ ബിയുടെ ഫീമെയിൽ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്? കേട്ടോ, അതൊരു അതിശയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ഓർക്കിഡ് ഇന്ന് വരെ കോൽപ്പ ബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ കോൽപ്പ ബിയുടെ ഫ്ലവറിന്റെ ഒരു പെറ്റൽ എങ്ങനെ ആ ബിയുടെ ഫീമെയിലിന്റെ സെയിം പാറ്റേണിൽ വന്നു? മക്കളെ, ഇതാണ് കോ എവല്യൂഷൻ. ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസുകൾ ഇത്തരത്തിലാണ് ഇവോൾവ് ചെയ്യുന്നത്. കണ്ടോ, ഇതിന്റെ പെറ്റൽ ഈ രൂപത്തിലാക്കിയത് ആരാടാ?
ദിസ് ഈസ് നേച്ചറാണ് ചെയ്തത്, എവല്യൂഷനാണ് അത് ചെയ്തത്. അപ്പോൾ കോ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന് ഒരേപോലെ എവല്യൂഷൻ സംഭവിക്കുന്നതാണ്. ഫിഗ് ട്രീയും വാസ്പു ഒരു എക്സാമ്പിളാണ്, യൂക്കാ പ്ലാന്റും പ്രൊന്യൂബ മോത്തും ഒരു എക്സാമ്പിളാണ്, കോൽപാബിയും ഒഫ്രിസ് ഓർക്കിഡും ഒരു എക്സാമ്പിളാണ്. ഓക്കെ മക്കളെ, ദെൻ ദ നെക്സ്റ്റ് ഈസ് പാരസൈറ്റിസം. ഇവിടുന്ന് വർഷാവർഷം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് പാരസൈറ്റ്സ് അല്ലെങ്കിൽ എവല്യൂഷൻ ഇൻ പാരസൈറ്റ്. ഒരു ഹോസ്റ്റിന്റെ ബോഡിയിൽ താമസിക്കാൻ വേണ്ടിയിട്ട് പാരസൈറ്റുകൾ എന്തൊക്കെ എവല്യൂഷൻ കാണിക്കും അല്ലെങ്കിൽ എന്തൊക്കെ അഡാപ്റ്റേഷൻ കാണിക്കും? ദാ നോക്കൂ മക്കളെ, ഒന്ന്, മിക്കവാറും പാരസൈറ്റുകളെല്ലാം ഹോസ്റ്റ് സ്പെസിഫിക് ആയിരിക്കും. ഒരു പർട്ടിക്കുലർ ഹോസ്റ്റിൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇത് ഒരു പരിധി വരെ അവർക്കിടയിലുള്ള കോമ്പറ്റീഷൻ കുറയ്ക്കും. ഇപ്പം ടേപ്പ് വേം മനുഷ്യന്റെ വയറ്റിലേ താമസിക്കുകയുള്ളൂ. അപ്പം മറ്റ് ജീവികളിലുള്ള അതിന്റെ കോമ്പറ്റീഷൻ എന്ത് ചെയ്യും? കുറയും. ദെൻ ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ. ഒരു പാരസൈറ്റിനെ സംബന്ധിച്ച് അതിന് കണ്ണ്, ചെവി ഇതൊന്നും ആവശ്യമില്ല. കാരണം എന്താ, ഒരു ജീവിയുടെ ഉള്ളിലാണ് അത് ജീവിക്കുന്നത്. അപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ. അവരുടെ ബോഡിയിൽ നെസസറി, അവർക്ക് ആവശ്യമില്ലാത്ത സെൻസ് ഓർഗൻ ഒന്നുമില്ല. ദെൻ ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ വയറ്റിൽ ജീവിക്കുന്ന ടേപ്പ് വേമിന് എന്തിനാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം? നമ്മൾ ഓൾറെഡി ഡൈജസ്റ്റ് ചെയ്തിട്ടല്ലേ ഫുഡ് അതിന് കൊടുക്കുന്നത്? ന്യൂട്രിയൻ്റ് ആക്കി മാറ്റിയിട്ടല്ലേ നമ്മൾ ഫുഡ് അതിന് കൊടുക്കുന്നത് ആണ്. അപ്പോൾ പിന്നെ അതിന് എന്തിൻ്റെ ആവശ്യമില്ല? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആവശ്യമില്ല. ദെൻ ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഹൈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ല, ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയാണ്. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വളരെ പെട്ടെന്ന് എണ്ണം വർദ്ധിപ്പിക്കാൻ പറ്റും. ഇപ്പം മലേറിയയുടെയൊക്കെ പാരസൈറ്റ് ഒരാളുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അതിന് മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് എണ്ണമായി മാറാൻ പറ്റും. അപ്പോൾ വാട്ട് ആർ ദ എവല്യൂഷൻ ഇൻ പാരസൈറ്റ് അല്ലെങ്കിൽ വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് പാരസൈറ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, ഒന്ന്, ഹോസ്റ്റ് സ്പെസിഫിക് ആണ്. രണ്ട്, ലോസ് ഓഫ് അൺനെസസറി സെൻസ് ഓർഗൻ. ആവശ്യമില്ലാത്ത സെൻസ് ഓർഗൻ അവരുടെ ബോഡിയിൽ ആബ്സെന്റ് ആണ്. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം, അവർക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. ഹൈ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ദീസ് ആർ ദ മെയിൻ എവല്യൂഷൻസ് ഇൻ എ പാരസൈറ്റ്. ഒരു പാരസൈറ്റിന് ഹോസ്റ്റിന്റെ ബോഡിയിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ചില എവല്യൂഷൻ അഥവാ അഡാപ്റ്റേഷൻസ് ആണ് ഇതെല്ലാം. ഇനി മകളെ, പാരസൈറ്റുകൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട്. ഒരു തവണത്തെ എക്സാമിന്റെ ചോദ്യമായിരുന്നു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്ടോ പാരസൈറ്റ് ആൻഡ് എൻഡോ പാരസൈറ്റ്. അപ്പൊ പാരസൈറ്റുകളെ പ്രധാനമായി രണ്ടായിട്ട് തിരിക്കാം, എക്ടോ പാരസൈറ്റ് ആൻഡ് എൻഡോ പാരസൈറ്റ്. എന്താണ് എക്ടോ പാരസൈറ്റ്? ലിവ് എക്സ്റ്റേണൽ ടു ദ ബോഡി ഓഫ് ഹോസ്റ്റ്. ഹോസ്റ്റിന്റെ ബോഡിയുടെ പുറത്ത് താമസിക്കുക. ഇപ്പൊ പെയിൻ, നമ്മുടെ ബോധത്തിരിക്കുന്ന പെയിൻ ബോഡിയുടെ അകത്ത് കയറുന്നില്ലല്ലോ, ബോഡിയുടെ സർഫസിലല്ലേ അവർ ജീവിക്കുന്നത്. അപ്പോൾ ഇതാണ് എക്ടോ പാരസൈറ്റ്. ദീസ് ആർ ദ പാരസൈറ്റ് ദാറ്റ് ലീവ് എക്സ്റ്റേണൽ ടു ദ ബോഡി ഓഫ് ഹോസ്റ്റിന്റെ ബോഡിയുടെ വെളിയിൽ താമസിക്കുന്നു. ഫോർ എക്സാമ്പിൾ ലൈസ് ഓൺ ഹ്യൂമൻ, മനുഷ്യന്റെ ബോഡിയിൽ കാണപ്പെടുന്ന ലൈസ്, ചെള്ള് അല്ലെങ്കിൽ പെയിൻ. ഇനി ടിക്സ് ഓൺ ഡോഗ്, ഡോഗിന്റെ ബോഡിയിൽ കാണപ്പെടുന്ന, നായയുടെ ബോഡിയിൽ കാണപ്പെടുന്ന ചെള്ളുകൾ. ഇനി കസ്ക്യൂട്ട ഓൺ പ്ലാന്റ്സ്, പ്ലാന്റ്സിന്റെ ബോഡിയിൽ കാണപ്പെടുന്ന കസ്ക്യൂട്ട. എന്താ കസ്ക്യൂട്ട? മൂടില്ലാത്ത ആളി എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ചെടിയുടെയൊക്കെ മുകളിൽ ജീവിക്കുന്ന ഒരു പാരസൈറ്റ് ആണ്, ഒരു പാരസൈറ്റിക് പ്ലാന്റ് ആണ് കസ്ക്യൂട്ട. കസ്ക്യൂട്ട ഓൺ പ്ലാന്റ്സ് എക്ടോ പാരസൈറ്റ് ആണ്. അപ്പോൾ എക്ടോ പാരസൈറ്റിസത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലൈസോൺ ഹ്യൂമൻ, ടിക്സോൺ ഡോഗ്, കസ്ക്യൂട്ട ഓൺ പ്ലാന്റ്സ്. അതുപോലെ എൻഡോ പാരസൈറ്റ് ലീവ് ഇന്റേണൽ ടു ദ ബോഡി ഓഫ് എ ഹോസ്റ്റ്. ഒരു ഹോസ്റ്റിന്റെ ബോഡിയുടെ അകത്ത് താമസിക്കുന്ന പാരസൈറ്റുകൾ. എക്സാമ്പിൾ ടേപ്പ് വാം, നമ്മുടെ വയറ്റിനകത്ത് താമസിക്കുന്ന, ഇൻഡസ്ട്രീനകത്ത് താമസിക്കുന്ന ടേപ്പ് വാം. ലിവർ ഫ്ലൂക്ക് നമ്മൾ പഠിച്ചാൽ, അനിമൽ കിങ്ഡത്തിൽ പഠിച്ചാൽ ലിവർ ഫ്ലൂക്ക്. അതേപോലെ അസ്കാരിസ്, ഹുക്കുവം ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? എൻഡോ പാരസൈറ്റ്, ബോഡിയുടെ അകത്ത് താമസിക്കുന്ന പാരസൈറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എക്ടോ പാരസൈറ്റും എൻഡോ പാരസൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എക്സാമ്പിൾ സഹിതം എഴുതാം. ഇപ്പം നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇപ്പൊ കസ്ക്യൂട്ട ഓൺ പ്ലാന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഏത് പാരസൈറ്റ്? എക്ടോ പാരസൈറ്റ്. ലൈസ് ഓൺ ഹ്യൂമൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എക്ടോ പാരസൈറ്റ്. ടേപ്വാം ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എൻഡോ പാരസൈറ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഓക്കെ മക്കളെ, ദെൻ ദ നെക്സ്റ്റ് ഈസ് ബ്രൂഡ് പാരസൈറ്റിസം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ബ്രൂഡ് പാരസൈറ്റിസം? എന്താ നോക്ക്, കാക്കയുടെയും കുയിലിന്റെയും ചിത്രം അവിടെ കാണിച്ചിരിക്കുന്നത്. എന്താ? കാക്കയുടെ കൂട്ടിൽ കുയിൽ മുട്ടയിടുന്ന രീതി എന്ന് വെച്ചാൽ, ഹിയർ ദ പാരസൈറ്റിക് ബേർഡ് ലേ എഗ് ഇൻ ദ നെസ്റ്റ് ഓഫ് ദ ഹോസ്റ്റ് ആൻഡ് ലെറ്റ് ദ ഹോസ്റ്റ് ഇൻക്യുബേറ്റ് ദം. കണ്ടോ, ഇവിടെ പാരസൈറ്റ് ആയിട്ടൊരു ബേർഡ് ഉണ്ട്. ആ ബേർഡ് അതിന്റെ എഗ് ലേ ചെയ്യുന്നത് ആരുടെ നെസ്റ്റിലാണടാ? ഹോസ്റ്റ് ബേർഡിന്റെ നെസ്റ്റിലാണ്. അപ്പോൾ ഇവിടെ പാരസൈറ്റ് ആയിട്ടൊരു ബേർഡ് ഉണ്ട്, ഹോസ്റ്റ് ആയിട്ടൊരു ബേർഡ് ഉണ്ട്. പാരസൈറ്റിക് ആയിട്ടുള്ള ബേർഡ് ലേ ദെയർ എഗ് ഇൻ ദ നെസ്റ്റ് ഓഫ് ഹോസ്റ്റ് ആൻഡ് ലെറ്റ് ദ ഹോസ്റ്റ് ടു ഇൻക്യുബേറ്റ് ദം. ആ ഹോസ്റ്റിനെ കൊണ്ട് അടയിരുത്തും. കണ്ടോ, ഇൻക്യുബേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അടയിരുത്തുക. അപ്പോൾ ഹോസ്റ്റിനെ കൊണ്ട് അടയിരുത്തി മുട്ട വിരിയുമ്പോൾ അതിന്റെ കുഞ്ഞ് പറന്നു പോകും. അപ്പൊ കാക്കയുടെ കൂട്ടിൽ കാക്ക മുട്ടയിട്ട് വെച്ചിരുന്ന അതിന്റെ കൂടെ കുയിലും കൂടെ മുട്ടയിടും. കാക്ക വന്ന് ഈ എല്ലാ മുട്ടയ്ക്കും കൂടെ അടയിരിക്കും. അടയിരുന്ന് ഈ കുഞ്ഞ് വളർന്നു വരും. ആരാണ്? കുയിലിന്റെ കുഞ്ഞ് വളർന്നു വരും. കുയിൽ കൂട് കൂട്ടുകയോ ആ കൂട്ടിനകത്ത് മുട്ടയിടുകയോ ചെയ്യത്തില്ല. അപ്പോ മുട്ടയിടാൻ വേണ്ടി മാത്രം
മറ്റൊരു ബേർഡിനെ ആശ്രയിക്കുന്ന ആ രീതിയാണ് ബ്രൂഡ് പാരസൈറ്റിസം. എക്സാമ്പിൾ കുക്കു ആൻഡ് ക്രോ, അതായത് കുയിലും കാക്കയും. ഓക്കെ മക്കളെ, ദെൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കടാ. റീഡ് ദ സ്റ്റേറ്റ്മെന്റ്സ് ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ മോഡ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സ്പീഷീസുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഏതാണെന്ന് എഴുതുക. നോക്കടാ, ടൈഗർ ഈറ്റിംഗ് ഡിയർ, ഒരു കടുവ ഒരു മാനിനെ പിടിച്ച് തിന്നുന്നു. എന്തുവാടാ അവിടെ? പ്രിഡേഷനാണ്. പ്രിഡേഷൻ. ഡിയറിനെ കടുവ തിന്നുകയാണ്, ടൈഗർ അവിടെ പ്രിഡേറ്റർ ആണ്, ഡിയർ അവിടെ പ്രേ ആണ്. അപ്പൊ ഇതെന്തുവാ? പ്രിഡേഷൻ. ദിസ് ഇസ് പ്രിഡേഷൻ. ഇനി അടുത്ത് നോക്ക്, ബട്ടർഫ്ലൈ ഫീഡിങ് പോളൻ ഗ്രെയിനെ ബട്ടർഫ്ലൈ എടുത്ത് കഴിക്കുന്നു. നിങ്ങളെ തെറ്റിക്കാനാണ് ചോദിച്ചത്. നിങ്ങൾ നേരെ പോയി മ്യൂച്വലിസം എഴുതരുത്. എടാ, പോളൻ ഗ്രെയിനകത്തൊരു ജീവൻ ഇരിപ്പുണ്ട്, ഒരു ഗമീറ്റ് ഇരിപ്പുണ്ട്, അതിനെ എടുത്ത് ആര് കഴിക്കുക? ബട്ടർഫ്ലൈ കഴിക്കുക. എന്തുവാ അത്? ദാറ്റ് ഈസ് പറഞ്ഞോ, പ്രിഡേഷൻ. അല്ല, ബട്ടർഫ്ലൈയും ഫ്ലവറും അല്ലെങ്കിൽ പോളനും കണ്ട ഉടനെ തന്നെ മ്യൂച്വലിസം ഒന്നും എഴുതരുത്. പക്ഷേ ദ ബട്ടർഫ്ലൈ പോളിനേറ്റ്സ് ദ ഫ്ലവർ, അത് പറഞ്ഞാൽ നിങ്ങൾ എഴുതണം, അത് മ്യൂച്വലിസമാണ്. അല്ലാതെ ഇത് എടുത്ത് കഴിക്കുന്നത് മാത്രമാണെങ്കിൽ, പോളിനേഷൻ ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രിഡേഷനാണ്. ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് ഫീഡ് ഓൺ സ്നെയിൽ. കണ്ട, മനുഷ്യന്റെ ലിവർ ഫ്ലൂക്ക് കേൾക്കുമ്പോഴേ പോയി പാരസൈറ്റിസം ഒന്നും എഴുതരുത്. ദാറ്റ് ഫീഡ് ഓൺ സ്നെയിൽ. അതിനെ ആര് കഴിക്കുന്നടേ? സ്നെയിൽ കഴിക്കുന്നു. ഹ്യൂമൻ ലിവർ ഫ്ലൂക്ക് ഫീഡ്സ് ഓൺ സ്നെയിൽ. മക്കളെ, പ്രിഡേഷൻ. ഒരുത്തം മറ്റൊരുത്തനെ പിടിച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രിഡേഷനാടാ. ഇനി ലൈസ് ഓൺ ഹ്യൂമൻ. ഓക്കെ, അത് നിങ്ങൾക്ക് പറയാം. പെയിൻ, മനുഷ്യന്റെ ബോഡിയിൽ ഇരിക്കുന്ന പെയിൻ, ഈസി. പാരസൈറ്റിസം. അടുത്ത, ഓർക്കിഡ് അറ്റാച്ച് ടു എ ട്രീ. എന്തുവാ? പറഞ്ഞോ. കമൻസലിസം. ഓർക്കിഡും ട്രീയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, കമൻസലിസം. മൈക്കോറൈസൽ അസോസിയേഷൻ ഓഫ് ഫംജി ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്, മ്യൂച്വലിസം. മൈക്കോറൈസ എന്തിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ പഠിച്ചത്? മ്യൂച്വലിസത്തിന് എക്സാമ്പിൾ ആയിട്ടാണ് പഠിച്ചത്, മ്യൂച്വലിസം. അടുത്ത, സ്പാരോ ഈറ്റിംഗ് സീഡ്. ഒരു വിത്തിനെ ഒരു സ്പാരോ എടുത്ത് കഴിക്കുന്നു, ഒരു കുരുവി എടുത്ത് കഴിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചേ? വിത്തിനകത്തൊരു ജീവൻ ഇരിപ്പുണ്ട്, ആ ജീവനെ എടുത്തൊരു മറ്റൊരു ജീവൻ കഴിക്കുക, മറ്റൊരാൾ കഴിക്കുക. പ്രിഡേഷൻ. ദിസ് ഇസ് പ്രിഡേഷൻ. പശു പുല്ല് തിന്നുക. എന്തുവാടെ റിലേഷൻ? പ്രിഡേഷൻ. പുല്ലെന്ന് പറയുന്ന ജീവനുള്ള ഒരു സാധനത്തെ എടുത്ത് കഴിക്കുക. ഇനി ഇഗ്രറ്റ് ഫൊറേജിങ് ക്ലോസ് ടു കാറ്റിലിന്റെ അടുത്തിരുന്ന് ഇഗ്രറ്റുകൾ പോകുന്നു. എന്തുവാടെ? കമൻസലിസം. ഒരുത്തന് ഗുണവുമില്ല ദോഷവുമില്ല, മറ്റൊരുത്തന് ഗുണമാണ്. കമൻസലിസം. ശരിയല്ലേടാ? ആണ്. നെക്സ്റ്റ് ഈസ്, അടുത്ത ചോദ്യം നോക്കടാ. Given below is a table which show interspecific interaction of population. We assigned positive sign for beneficial, negative sign for detrimental and 0 for neutral interaction. Fill in the blanks. മകളെ, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് പാരസൈറ്റിസം എഴുതിയിട്ടുണ്ട്. നെഗറ്റീവും ഏതാടെ? കോമ്പറ്റീഷൻ. എഴുതണം നിങ്ങൾ. ദിസ് ഇസ് കോമ്പറ്റീഷൻ. അടുത്തത്, ഒരു പോസിറ്റീവും എന്തുവാടെ? മ്യൂച്വലിസം. രണ്ടുപേർക്കും പോസിറ്റീവ് എഫക്റ്റ് ഉള്ളത് മ്യൂച്വലിസം. ഇനി ഒരുത്തന് പോസിറ്റീവ്, ഒരുത്തന് നെഗറ്റീവ്, ഒരുത്തന് ഗുണം, മറ്റൊരു ഗുണവുമില്ല ദോഷവുമില്ല. ഏതാടെ? കമൻസലിസം. അടുത്ത, ഒരുത്തന് നെഗറ്റീവ്, ഒരുത്തന് ന്യൂട്രൽ. അമൻസലിസത്തിന്റെ എക്സാമ്പിൾ ഒന്നും നമുക്ക് പഠിക്കാനില്ല, ഞാൻ നിങ്ങൾക്ക് ഒരെണ്ണം പറഞ്ഞുതരാം. അമൻസലിസത്തിന്റെ എക്സാമ്പിൾ, ഇപ്പോൾ പശു പുല്ല് തിന്നുന്ന സമയത്ത് കുറച്ച് പുല്ലിനെ ചവിട്ടി അരച്ച് കളയും, അല്ലേ? പശു പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവനുള്ള കുറച്ച് പുല്ലുകളെ ചവിട്ടി അരച്ച് കളയും. പശുവിന് ഗുണമോ ദോഷമോ ഉണ്ടോ? ഇല്ല. പശുവിന് ഗുണമില്ല ദോഷവും ഇല്ല. എന്നാൽ പുല്ലിന് ദോഷമാണ്, പുല്ല് മരിച്ചുപോയി. കണ്ടോ? പശുവിന് അത് തിന്നില്ല, അത് ചവിട്ടി മെതിച്ച് കളഞ്ഞതാണ്. അപ്പോൾ ആ കളഞ്ഞത് മൂലം എന്ത് ചെയ്തു? ഇതിന് ദോഷം, പുല്ലിന് ദോഷം, പക്ഷെ പശുവിന് ഗുണമില്ല ദോഷമില്ല, അത് കഴിച്ചില്ല, അത് ചവിട്ടി മെതിച്ചും കളഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അതൊരു അമൻസലിസത്തിന് എക്സാമ്പിളാണ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇത് നമ്മൾ എഴുതി. ഇനി മക്കളെ, നമുക്ക് ഈ പരീക്ഷയ്ക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പ് ചോദ്യങ്ങളാണ് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതുവരെ നമ്മുടെ ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമിന്, നിങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് കെമിസ്ട്രിക്കൊക്കെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടു, അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. ബയോളജിയിലാണ് ഇത് ഏറ്റവും ചാൻസ് കൂടുതലുള്ളത് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അപ്പോൾ ഇതുവരെ നമ്മളത് കണ്ടിട്ടില്ല. എങ്ങനെയാണ് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുക, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പോവുക. എങ്ങനെയാണ് അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യേണ്ടത് നോക്കാം മക്കളെ. അപ്പോൾ അസർഷൻ റീസൺ ടൈപ്പിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എന്താ നോക്കാം, സാർ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുതരാം. നമുക്ക് ഇത്തരം ചോദ്യങ്ങളിൽ ഒരു അസർഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിരിക്കും, റീസൺ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിരിക്കും. അപ്പോൾ നമുക്ക് 4 ഓപ്ഷനുകളും കാണും. എന്താണ് ഒന്നാമത്തെ ഓപ്ഷൻ?
അസർഷനും റീസണും ശരിയാണ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. ഈ റീസൺ ആയിട്ട് എഴുതിയിരിക്കുന്നത് ഈ അസർഷൻ പറയുന്നതിൻ്റെ കറക്റ്റ് റീസൺ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2, ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. ഇങ്ങനത്തെ ഓപ്ഷൻ കാണും. അസർഷൻ റീസൺ ശരിയാണ്, പക്ഷെ റീസൺ അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്ന് പറയുന്നൊരു ഇതിപ്പോൾ 2 ശരിയായിരിക്കണം, പക്ഷേ റീസൺ എന്തിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവരുത്, അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആവരുത്, ഇങ്ങനെ പറയുന്നത്. ഇനി സി, അസർഷൻ ഈസ് കറക്റ്റ് ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. അസർഷൻ ശരിയാണ്, റീസൺ തെറ്റാണ്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഡി പറയുന്നത് അസർഷൻ ഈസ് കറക്റ്റ് നോട്ട് കറക്റ്റ് ബട്ട് റീസൺ ഈസ് കറക്റ്റ്. അസർഷൻ ഈസ് നോട്ട് കറക്റ്റ്, അസർഷൻ തെറ്റാണ്, റീസൺ ശരിയാണ്. ചിലപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ ഇങ്ങനെ ആയിരിക്കും, അസർഷൻ റീസണും തെറ്റാണെന്നായിരിക്കും. ഇപ്പൊ 2 ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ ആ ചോദ്യം വായിച്ച് നോക്കിയിട്ട് ആൻസർ എഴുതാവും. ഇപ്പൊ സാറി ചെയ്യിപ്പിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഇങ്ങനെയാണ്, അസർഷൻ നോട്ട് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് കറക്റ്റ് എന്നാണ് ലാസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. നോക്കാം ഇതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം അസർഷൻ സ്റ്റേറ്റ്മെന്റ് വായിക്കണം. വായിച്ചിട്ട് ഒന്നാമത്തെ നിങ്ങളുടെ ജോലി ഇത് ശരിയാണോ എന്ന് നോക്കണം. അസർഷൻ സ്റ്റേറ്റ്മെന്റ് പറയുന്ന കാര്യം ശരിയാണോ എന്ന് നോക്കണം. നോക്കാം നമുക്ക്. ഇമിഗ്രേഷൻ ഡിക്രീസസ് ദ സൈസ് ഓഫ് ലോക്കൽ പോപ്പുലേഷൻ. ഇതാണ് നമ്മുടെ അസർഷൻ. ഇമിഗ്രേഷൻ അതായത് ഒരു പോപ്പുലേഷനിൽ നിന്ന് കുറേ ജീവികൾ എക്സിറ്റ് ആയി പോകുന്നത് ലോക്കൽ പോപ്പുലേഷൻ്റെ സൈസ് കുറയ്ക്കും. ഈസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? ശരിയാണ് അല്ലേ? ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെ എണ്ണമാണ്. അപ്പോൾ കുറേ ആളുകൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പോപ്പുലേഷൻ്റെ സൈസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ശരിയാണ്. ഇതിൻ്റെ കാരണം എന്താണ് വരേണ്ടത്? കാരണം വായിക്കരുത്, ഇപ്പം നിങ്ങൾ റീസൺ വായിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. റീസൺ ഇപ്പൊ വായിക്കേണ്ട, അസർഷൻ വായിച്ചാൽ ശരിയാന്ന് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ റീസൺ മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞു. മലയാളത്തിൽ നിങ്ങൾ ഇംഗ്ലീഷിലൊന്നും ആക്കാൻ നിൽക്കണ്ട, മലയാളത്തിൽ അങ്ങ് പറഞ്ഞു. ഇമിഗ്രേഷൻ ഡിക്രീസസ് ദ സൈസ് ഓഫ് പോപ്പുലേഷൻ. അപ്പൊ നിങ്ങൾ പറയണം, ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ നിന്ന് പുറത്തു പോകുന്ന ആളുകളുടെ എണ്ണമാണ്. അപ്പൊ കുറെ ആളുകൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് പുറത്തു പോയാൽ പോപ്പുലേഷന്റെ സൈസ് കുറയും. ഇതാണ് അതിന്റെ കാരണം. ശരിയല്ലേടെ? ഇതാണ് അസർഷന്റെ കാരണം. റീസൺ നമുക്ക് വായിക്കാം. ഡ്യൂറിങ് എമിഗ്രേഷൻ individuals from other populations are added to the given population. കണ്ടോ? മറ്റ് പോപ്പുലേഷനിൽ നിന്നുള്ള ഇൻഡിവിജ്വലുകൾ ആഡ് ചെയ്യപ്പെടുകയാണെന്നാണ് റീസണിൽ പറയുന്നത്. ഈസ് ഇറ്റ് റൈറ്റ്? ഈസ് ഇറ്റ് റൈറ്റ്? നോ, റീസൺ ഈസ് ഫാൾസ്. റീസൺ എന്താണ്? തെറ്റാണ്. അതുകൊണ്ട് ആ റെഡ് സ്ക്വയർ ഇട്ടത് അവിടെ നോക്കൂ. റീസൺ ഡ്യൂറിങ് എമിഗ്രേഷൻ ഇൻഡിവിജ്വൽസ് ഫ്രം അതർ പോപ്പുലേഷൻ ആർ ആഡഡ് ടു ദ ഗിവൻ പോപ്പുലേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗിവൻ പോപ്പുലേഷനിൽ ആഡ് ചെയ്യപ്പെടുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റല്ലേ മക്കളെ അത്? അപ്പൊ റീസൺ ഫാൾസ് ആണ്. അസർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫാൾസ്. അപ്പൊ റീസൺ ശരിയായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കണമായിരുന്നു, അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നൊക്കെ നോക്കണമായിരുന്നു. പക്ഷെ ഇവിടെ റീസൺ തെറ്റാണ്. അപ്പൊ ഏതാണ് ഇവിടുത്തെ ആൻസർ? വിച്ച് വൺ ഈസ് ദ ആൻസർ? അസർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് false. Reason is not correct. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. കണ്ടോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം അതും അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതേ പ്രൊസീജിയർ പിന്തുടരുക. അസർഷൻ ശരിയാണെങ്കിൽ അതിന്റെ റീസൺ മലയാളത്തിൽ പറയുക, അതിനുശേഷം റീസൺ അതാണോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഇതാ നോക്കാം. അസർഷൻ ആദ്യം വായിക്കണം, അത് ശരിയാണെന്ന് നോക്കണം. എന്താ അസർഷൻ? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏജ് ഗ്രൂപ്പ്സ് ഈസ് സെറ്റ് ടു ഇൻഫ്ലുവൻസ് ദ പോപ്പുലേഷൻ ഗ്രോത്ത്. Distribution of age group. Age group in the distribution of age group is set to influence the population growth. അത് population growth നെ influence ചെയ്യുന്ന ഒരു കാര്യമാണ്. Is it right? Yes. Distribution of age group is said to be influence the population growth. എങ്ങനെ? അതിന്റെ റീസൺ ഒന്ന് പറഞ്ഞേ. ഏജ് ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ പ്രീ റീപ്രൊഡക്റ്റീവ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഉണ്ട്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഉണ്ട്. അപ്പോൾ പ്രീ റീപ്രൊഡക്റ്റീവുകളുടെ എണ്ണം, പോസ്റ്റ് റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം, റീപ്രൊഡക്റ്റീവിന്റെ എണ്ണം മുതലായവയെല്ലാം പോപ്പുലേഷൻ ഗ്രോത്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. ഇതാണ് റീസൺ ആയിട്ട് പറയേണ്ടത്. റീസൺ എന്താ എഴുതിയിരിക്കുന്നത്? പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് എ മെഷർ ഓഫ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഓവർ എ പീരീഡ് ഓഫ് ടൈം. ശരി തന്നെയാണ്. പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ് ഇൻ എ പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഒരു പോപ്പുലേഷൻ ഉണ്ടാകുന്ന വളർച്ചയാണ് പോപ്പുലേഷൻ ഗ്രോത്ത്. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ, ഏജ് ഗ്രൂപ്പിന്റെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഈ റീസണിൽ പറയുന്നുണ്ടോ? ഇല്ല. പറയേണ്ടത് ഇങ്ങനെ ആയിരുന്നു: പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണം, റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണം, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിന്റെ എണ്ണം. ഇതെല്ലാം എന്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്? ഏജ് ഗ്രൂപ്പ് പോപ്പുലേഷൻ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതാണ് പറയേണ്ടത്. പക്ഷെ റീസൺ ശരിയാണ്, പക്ഷെ റീസൺ ഈസ് നോട്ട് ദ
കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. റീസൺ ഇവിടെ ശരി തന്നെ, പക്ഷേ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അപ്പോൾ ഏത് ഓപ്ഷൻ വരും? ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്, ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. ഇതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസർഷൻ വായിക്കുക, അതിന്റെ റീസൺ പറയുക. ദ അസർഷൻ, the shape of the age pyramid reflect the growth status of the population. ഓക്കെ, ഏജ് പിരമിഡിന്റെ ഷേപ്പ് നമ്മൾ പഠിച്ചതാ. ട്രയാങ്കുലർ ഷേപ്പ് ആവാം, ബെൽ ഷേപ്പ് ആവാം, അതേപോലെ ഏൺ ഷേപ്പ് ആവാം. റിഫ്ലക്ട് ദ ഗ്രോത്ത് സ്റ്റാറ്റസ് ഓഫ് ദ പോപ്പുലേഷൻ. റൈറ്റ്, ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. സോ റൈറ്റ് ആയിട്ടുള്ളതാണ്, സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. ഓക്കെ, നമ്മൾ സ്ക്വയർ ചെയ്തു, റൈറ്റ് ആണ്. റീസൺ നിങ്ങൾ പറ. റീസൺ ഇതാണ്. എന്താ? ദ ട്രയാങ്കുലർ ഷേപ്പ്ഡ് പിരമിഡ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഇവിടെ എക്സ്പാൻഡിങ് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ബെൽ ഷേപ്പ്ഡ് പിരമിഡ് ആണെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? സ്റ്റേബിൾ പോപ്പുലേഷനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആണെങ്കിൽ അത് ഏൺ ഷേപ്പ് ആയിരിക്കും, പിരമിഡ് ഏൺ ഷേപ്പ് ആയിരിക്കും. എനിക്ക് നോക്കിയ റീസൺ, ദ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ഗിവൺ ഏജ് ഓർ ഏജ് ഗ്രൂപ്പ്. ഇവിടെ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ഗിവൺ ഏജ് ഓർ ഏജ് ഗ്രൂപ്പ്. ഒരു ഗിവൺ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണമാണ് ഏജ് ഡിസ്ട്രിബ്യൂഷൻ. ശരിയാണ്, റീസൺ ശരിയാണ്, പക്ഷേ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അപ്പോൾ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ പെർസെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് ഗിവൺ ഏജ് ഓർ ഏജ് ഗ്രൂപ്പ്. കണ്ടോ? ഏജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അസർഷനും ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. കേട്ടോ, ഇത്രയേ ഉള്ളൂ നമുക്ക് കണ്ടുപിടിക്കാൻ. ഇനി അടുത്ത നോക്കിയാടെ. അസർഷൻ ഇതാണ്: എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കനോട്ട് ബി സസ്റ്റെയിൻഡ് ഇൻഡെഫിനിറ്റ്ലി ഡ്യൂ ടു എൻവയോൺമെന്റൽ റെസിസ്റ്റൻസ്. എൻവയോൺമെന്റൽ റെസിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് സസ്റ്റെയിൻ ചെയ്യപ്പെടത്തില്ല. ശരിയാണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അധികം നേരം നീണ്ടു നിൽക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം അവിടെ എൻവയോൺമെന്റൽ റെസിസ്റ്റൻസ് ഉണ്ട്, കാരണം റിസോഴ്സസ് അൺലിമിറ്റഡ് ആണ്. ശരിയല്ലേടെ? അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അസർഷൻ ഈസ് റൈറ്റ്, ബട്ട് ദ റീസൺ. ഇതിന്റെ കാരണം എന്താ? കാരണം റിസോഴ്സസ് ആർ ലിമിറ്റഡ്. എൻവയോൺമെന്റ് ഓൾവേസ് ഗീവ് ലിമിറ്റഡ് റിസോഴ്സസ്, സോ ദ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കനോട്ട് സസ്റ്റെയിൻ. ഇതാണ് റീസൺ ആയിട്ട് വരേണ്ടത്. പക്ഷേ റീസൺ, in S-shaped growth form, the population may abruptly crash after attaining a peak value. തെറ്റ്. S-shaped ഗ്രോത്തിലാണോടെ ഒരു ക്രാഷ്, ബൂം ക്രാഷ് നടക്കുന്ന എവിടെ? എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലല്ലേ? പെട്ടെന്ന് ക്രാഷ് ആവുന്നത് ഏത് പോപ്പുലേഷനാണ്? എക്സ്പോണൻഷ്യൽ ഗ്രോത്തിലാണ്, ലോജിസ്റ്റിക് ഗ്രോത്തിലല്ല. അപ്പൊ റീസൺ ഈസ് ഫാൾസ്. റീസൺ ഫാൾസ് ആണ്. അപ്പൊ അസർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫാൾസ്. അസർഷൻ ഈസ് ട്രൂ ആൻഡ് റീസൺ ഈസ് ഫാൾസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് മക്കളെ. ഇത് ഡി എന്നിവിടെ ഓപ്ഷൻ ഇങ്ങനെ തിരിഞ്ഞു പോയതാണ്. ഇപ്പൊ ഡി ആണ് ഓപ്ഷൻ മക്കളെ. അപ്പൊ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെയാ ചെയ്യുക? ആദ്യം അസർഷൻ വായിക്കുക, ശരിയാണോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ അതിൻ്റെ റീസൺ നിങ്ങൾ മലയാളത്തിൽ പറയുക. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ റീസൺ ആണോ റീസണിൽ എഴുതിയിരിക്കുന്നതെന്ന് നോക്കുക. ഇനി റീസൺ അതല്ല എങ്കിൽ അത് ശരിയാണോ എന്ന് നോക്കുക. ശരിയാണെങ്കിൽ അസർഷന് ശരിയാണ്, റീസണ് ശരിയാണ്, പക്ഷേ റീസൺ നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ എന്ന് എഴുതുക. ഇനി രണ്ടും ശരിയുമാണ്, റീസൺ നിങ്ങൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ തന്നെയാണെങ്കിൽ അസർഷൻ റീസൺ ശരിയാണ്, റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ എന്ന് എഴുതുക. ഓക്കെ ആണേ മക്കളെ? അപ്പോൾ നമ്മുടെ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് ചോദിക്കാം. കൃത്യമായിട്ട് ഡൗട്ട് നിങ്ങൾ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ടെല്ല ക്ലാസ്സസിൻ്റെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ ഫ്രീ 24/7 ഡൗട്ട് ഡിസ്കഷൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഡൗട്ട് ചോദിച്ച് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇക്കോളജിയിലെ മറ്റൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം. ബൈ.